സുഹൃത്തുക്കളെ, ഡോക്ടർ വേലുക്കുട്ടിയും കവി ബാലചന്ദ്രനും എന്നൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ബാലചന്ദ്രനെ നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെയാണ്. ഡോക്ടർ വേലുക്കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് 1894 മുതൽ 1969 വരെ ജീവിച്ച ഡോക്ടർ വി വേലുക്കുട്ടി അറിയാൻ അദ്ദേഹത്തെയാണ് ഡോക്ടർ വേലുക്കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ജാതി വിരുദ്ധ പോരാളിയായിരുന്നു, ഒരു ചികിത്സകനായിരുന്നു, ട്രേഡ് യൂണിയൻ സംഘാടകനായിരുന്നു, അരയൻ എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ വേലുക്കുട്ടി. കേരള നവോത്ഥാനം എന്ന സാമൂഹ്യ പ്രക്രിയയുടെ ചാലക ശക്തികളായിട്ടുള്ള വ്യക്തികളിൽ ഒരാളെന്ന് നിസ്സംശയം പറയാവുന്ന വ്യക്തിയാണ് ഡോക്ടർ വേലുക്കുട്ടി അറിയാൻ. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം, തകഴിയുടെ പ്രസിദ്ധമായിട്ടുള്ള ചെമ്മീൻ എന്ന നോവലിനെ കുറിച്ച് അദ്ദേഹം ഒരു വിമർശനം എഴുതിയിട്ടുണ്ട്. ആ കാലത്തന്ന് എഴുതിയ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതല്ല, പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദീർഘമായ ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ വിമർശനം. നവോത്ഥാന കേരളത്തിൻ്റെ ഒരു ഭാവുകത്വവും ലോകവീക്ഷണവും കൊണ്ട് ദീപ്തമായ ഒരു ലേഖനമെന്ന് ആ വിമർശനത്തിൽ നമുക്ക് പറയാം. സാഹിത്യ വിമർശനത്തിൽ പിന്നീടുള്ള സമയത്ത് ഈ വഴിക്ക് ഡോക്ടർ വേലുക്കുട്ടിയുടെ വഴിക്ക് അധികം പേര് വളരെ കാലമൊന്നും പോയതായിട്ട് അറിയില്ല. സമീപകാലത്താണ് കുറച്ചെങ്കിലും ചില വ്യത്യാസങ്ങൾ കാണുന്നത്. ആ ചെമ്മീൻ നോവൽ നിരൂപണത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം. അത് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആശാന്റെ പ്രരോദനം എന്ന കൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തെ ഒന്ന് വിമർശനാത്മകമായി പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാന ഉദ്ദേശം. ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ 2 പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊന്ന് ഇതേ ഹാളിൽ വെച്ച് നടത്തിയിട്ടുള്ള വൈലപ്പള്ളി ഹാൾ. അപ്പോൾ ഈ ഹാളിലാന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം. അത് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അതിൽ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് വിശ്വനാഥനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഹാളിൽ ഒരു പരിപാടി എന്ന് കേട്ടപ്പോൾ ഞാൻ ഈ വിഷയം തന്നെ സംസാരിക്കാം എന്ന് തീരുമാനിക്കേണ്ടായത്. വേറെ 2 സ്ഥലത്തും കൂടി ഇതേ വിഷയം ബാലചന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മൊത്തം 4 സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് വിക്ടോറിയ കോളേജിൽ പാലക്കാട് DC ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ വേറെ 2 സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ 2 വീഡിയോ നമുക്ക് അവൈലബിൾ അല്ല. ഈ 2 പ്രഭാഷണങ്ങളും തമ്മിൽ അങ്ങനെ കാതലായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. കുറച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നല്ല പ്രഭാഷണങ്ങളാണെന്നുള്ളൊരു ആ ഒരു തർക്കമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രഭാഷണങ്ങൾ തിരഞ്ഞു കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ പലരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വളരെ ഇഷ്ടമാണ് എനിക്ക് കേൾക്കാൻ. പിന്നെ പാണ്ഡിത്യം കൊണ്ടായാലും കവിതാലാപന ചാതുരി കൊണ്ടായാലും പ്രഭാഷണ കലയിലുള്ള പ്രാവീണ്യം കൊണ്ടൊക്കെ വളരെ മികച്ച പ്രഭാഷണങ്ങളാണെന്നുള്ള ഒരു തർക്കമില്ല. ഈ പ്രഭാഷണത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാനുള്ള കുറേ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഇതിൽ ബാലചന്ദ്രൻ ചെയ്യുന്നത് ഒരു പൂമൂടൽ വിമർശനമാണെന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോൾ നാരായണഗുരുവിനെ പരാമർശിക്കുന്നുണ്ട്, ആശാനെ പരാമർശിക്കുന്നുണ്ട്, ആദിശങ്കരനെ പരാമർശിക്കുന്നുണ്ട്. ഇവരൊക്കെ വിഗ്രഹങ്ങളാക്കി മാറ്റി പൂവിട്ട് മൂടുക എന്നൊരു പണിയാണ് അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ ചെയ്തിട്ടുള്ളത്. എത്ര പേരെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇന്ന് കേൾക്കാത്തവർ ചെന്ന് കേട്ടാൽ നന്നായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് നമ്മൾ ആശാനെ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ നാരായണഗുരുവിനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദിശങ്കരനെ വായിക്കുമ്പോൾ അത് ഇന്നിൻ്റെ വായനയായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അതുകൊണ്ടാണ് ഡോക്ടർ വേലുക്കുട്ടി അറിയൻ്റെ ചെമ്മീൻ വിമർശനത്തെ സ്പർശിച്ചുകൊണ്ട് ഇന്ന് വിഷയത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ആധുനികമായ ഒരു ലോകബോധവും ആധുനികമായ ധാർമ്മിക ബോധവും പുലർത്തുന്ന മനുഷ്യ സമത്വം, മനുഷ്യ പുരോഗതി, സ്വയം നിർണയാവകാശം, യുക്തിചിന്ത, നമ്മൾ ഇടതുപക്ഷം എന്ന് പറയാറുണ്ട് അതിന്, ഈ 4 കാര്യങ്ങളെ. ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ നടത്തുന്ന സാംസ്കാരികമായ ഇടപെടലുകൾ, സാംസ്കാരികമായ കൊള്ളക്കൊടുക്കലുകൾ, ഇതൊക്കെ തന്നെ അവനവൻ്റെ ലോകവീക്ഷണത്തെയും അവനവൻ്റെ രാഷ്ട്രീയ നിലപാടിനെയും അമ്പയെ മറന്നുകൊണ്ടാവരുത് എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു നവോത്ഥാനപക്ഷ നിരൂപണം എന്ന്, അല്ലെങ്കിൽ കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ ജ്ഞാനോദയപക്ഷ നിരൂപണം ആണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡോക്ടർ വേലുക്കുട്ടി അറിയൻ ചെമ്മീൻ എന്ന നോവൽ വായിക്കുമ്പോൾ അരയ സമുദായത്തെ ആ നോവൽ കൂടുതൽ അന്ധവിശ്വാസത്തിലേക്കും നിഷ്ക്രിയതയിലേക്കും പിടിച്ചു വലിക്കുന്നു എന്നതിൽ അദ്ദേഹം അതിൽ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലിപ്പോൾ കടലമ്മ എന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന്റെ കാവ്യഭംഗിയെക്കുറിച്ചൊന്നും അദ്ദേഹം ഉപന്യസിക്കുന്നില്ല. അതിന് പകരം അതൊരു പുതിയ അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം ഒരു സമൂഹത്തിന് മേൽ കെട്ടിയേൽപ്പിക്കുമ്പോൾ അതിന് സാമൂഹ്യ ആഘാതങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആകുന്നത്. എൻ്റെ ഒരു തോന്നൽ, ഈ ഒരു സാഹിത്യ നിരൂപണ രംഗത്ത് സാധ്യമായിട്ടുള്ള പല വഴികളിലൊന്നാണ് ഒരു ജ്ഞാനോദയപക്ഷ നിരൂപണം. അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല, ഞാൻ എൻ്റെ ഒരു വാക്കാണ്, ഒരു ജ്ഞാനോദയപക്ഷ നിരൂപണം. അങ്ങനെ ഒരു വഴിയുണ്ട്, അതിലൂടെ ആരെങ്കിലുമൊക്കെ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഇതൊരു വഴി മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്.
വേലുക്കുട്ടിയാര്യൻ്റെ വഴിയെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അതൊരു ജ്ഞാനോദയ പക്ഷ നിരൂപണമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബാലചന്ദ്രനും ഇതേ ഒരു സമാനമായ വഴിയിൽ ആധുനികമായ ഒരു ഭാവുകത്വവും സായൻസികമായ ഒരു ലോകവീക്ഷണവും ഒരു സയന്റിഫിക് ടെമ്പർ, സായൻസികമായ മനോവൃത്തിയും ഒക്കെ പുരോഗമനോന്മുഖ രാഷ്ട്രീയവും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം ആശാനെക്കുറിച്ചും നാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്നും എനിക്ക് വിചാരമുണ്ട്. പക്ഷെ എനിക്കത് ബാലചന്ദ്രനോട് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പോയി പറഞ്ഞാൽ സൗകര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ മറുപടി ആയിരിക്കും ഒരുപക്ഷെ കേൾക്കേണ്ടി വരിക എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ബാലചന്ദ്രന്റെ ഈ പൂമൂടൽ നിരൂപണത്തിന്റെ പ്രശ്നം, എന്താണ് അതിന്റെ രാഷ്ട്രീയ അപകടം, അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തൽക്കാലം സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും രാജ്യദ്രോഹം ഇതുവരെ ആയിട്ടില്ലാത്തതുണ്ട്, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ആശാന്റെ പ്രരോദനം ഉന്നയിക്കുന്ന ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, തത്വശാസ്ത്ര പ്രശ്നങ്ങളെ ബാലചന്ദ്രൻ എങ്ങനെയാണ് സമീപിക്കുന്നത്, എന്തുകൊണ്ട് അത് ആധുനികമായ ലോകവീക്ഷണവും സായൻസിക മനോവൃത്തിയുമുള്ള ഒരാൾക്ക് അതിനോട് എന്തുകൊണ്ട് യോജിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ജ്ഞാനോദയ പക്ഷ വീക്ഷണത്തിലൂടെ, ഒരു ജ്ഞാനോദയ വീക്ഷണത്തിലൂടെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കാം, ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബാലചന്ദ്രന്റെ പ്രഭാഷണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രരോദനം എന്ന കൃതി മനസ്സിലാക്കാൻ അത്യാവശ്യമായിട്ടുള്ള ചില തത്വശാസ്ത്ര വിഷയങ്ങൾ വളരെ ദീർഘമായി, സാമാന്യം ദീർഘമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പ്രരോദനം എന്ന കൃതിയിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ അടിസ്ഥാന തത്വശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയെ കുറിച്ചിട്ട് ഞാൻ കുറച്ചിങ്ങനെ ആലോചിച്ച്, അത് കേട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു നടക്ക് പോകുന്നതല്ല എന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ആദ്യം ഉദ്ദേശിച്ചത് മുഴുവനും ഞാൻ ഈ പറഞ്ഞ പോലെ പ്രരോദനത്തിന് സമീപിക്കാൻ പറ്റില്ല, കാരണം അത്രയും സമയം ഒരിക്കലും സാധിക്കില്ല. ഇതന്നെ വളരെ ദീർഘമായൊരു പ്രഭാഷണമാണ്. അപ്പോൾ അത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഡോക്ടർ വേലുക്കുട്ടിയും കവി ബാലചന്ദ്രനും എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ ഒരു ആദ്യ ഭാഗം മാത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ബാക്കി സമയവും സൗകര്യവും ഒത്തുവരികയാണെങ്കിൽ മറ്റെപ്പോഴും പറയാം. കുറെ റീഡിങ്ങുകളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ വേലുക്കുട്ടിയാര്യന്റെ ചെമ്മീൻ ഒരു നിരൂപണം എന്നുള്ള ഡോക്ടർ വേലുക്കുട്ടിയാര്യന്റെ ആ ദീർഘലേഖനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആദ്യം വായിക്കാം. ആ റീഡിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ബാലചന്ദ്രന്റെ പ്രശ്നത്തിലേക്ക് കടക്കാം. കറുത്തമ്മ കടലമ്മയോട് പിണങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവളൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു. അതിന് കടലമ്മക്ക് എന്താണ്? ആ സ്നേഹം മൂത്താൽ പരീക്കുട്ടിയുടെ 4-ാം വേരത്തിൽ കൂടാനും കുപ്പായവും കാതുനീറിയ അലിക്കത്തുമിട്ട് പരീക്കുട്ടിയുടെ അടുക്കൽ നിൽക്കാനും അവൾ തയ്യാറാണ്. കടലിൽ പോകുന്ന മരക്കാന്റെ മരക്കാത്തി ആകേണ്ട, മനുഷ്യന്റെ മനുഷ്യത്യായിരുന്നാൽ മതി അവൾ. അങ്ങനെ അവൾ പരീക്കുട്ടിയുമായുള്ള പ്രേമബന്ധം പുലർത്തിക്കൊണ്ട് പഴയ വിശ്വാസത്തിനും ഐതിഹ്യത്തിനും ഒക്കെ എതിരായി മുന്നോട്ട് പായുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ജ്ഞാനോദയ പക്ഷ നിരൂപണം ഞാൻ പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണെന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവളെ അങ്ങനെ സ്വതന്ത്രയായി വിടാതെ അവളുടെ തലക്ക് ഒരു മരക്കാനെ കെട്ടിവെക്കുന്നു. അതോടെ പരീക്കുട്ടിയുമായുള്ള ബന്ധം അശുദ്ധിയും അനാചാരവുമായി മാറുന്നു. ഡോക്ടർ വേലുക്കുട്ടി അറിയുന്ന ഒരു അരയനാണ്. പിന്നെ കാടുനേറി അലീക്കത്തും ഇട്ട് പരീക്കുട്ടിയുടെ അടുക്കൽ നിൽക്കാൻ പോകുന്ന ലവ് ജിഹാദാണ് നടക്കുന്നത്. അതിനെ ഇന്നത്തെ ഭാഷയിൽ അതൊക്കെയാണ് സംഗതി. അപ്പൊ അതൊക്കെ വളരെ വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതൊരു പ്രശ്നം തോന്നുന്നില്ല. അരയന്മാർക്ക് വേണ്ടി അരയൻ എന്ന് പറഞ്ഞാൽ മാസിക നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊരു വിഷയമല്ല. അദ്ദേഹം മനുഷ്യന്റെ മനുഷ്യത്യാവുക എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ജ്ഞാനോദയ പക്ഷ സമീപനം. എന്നാൽ അവളെ അങ്ങനെ സ്വതന്ത്രയായി വിടാതെ അവളുടെ തലക്ക് ഒരു മരക്കാനെ കെട്ടിവെക്കുന്നു. അതോടെ പരീക്കുട്ടിയുമായുള്ള ബന്ധം അശുദ്ധിയും അനാചാരവുമായി മാറുന്നു. പക്ഷേ ആ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധിക്കാത്തതാണ്. അത് നീർക്കുന്നത്ത് നിന്ന് തൃക്കുന്ന പുഴയോളം നീണ്ടു എന്നേ ഉള്ളൂ. എന്നാൽ കറുത്തമ്മ കടലമ്മയോട് അനുഷ്ഠിച്ച ധിക്കാരത്തിന് അവരുടെ ഭർത്താവായ പളനിയെ അവന്റെ ചൂണ്ടവള്ളത്തോടുകൂടി ചുഴിയിലൂടെ പിടിച്ചുകൊണ്ടുപോയി നശിപ്പിച്ചു. അങ്ങനെ പഴയ വിശ്വാസം പിഴുതെറിയാൻ ശ്രമിച്ച കറുത്തമ്മ നശിച്ചു എന്ന് വെച്ചാൽ പഴമ ജയിക്കുകയും പുതുമ നശിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം വായിച്ചത്. ചെമ്പൻ കുഞ്ഞിന്റെ ഗതി നോക്കാം. അയാൾ വള്ളവും വലയും ഇറക്കി വളരെ വേഗത്തിൽ മറ്റൊരു വള്ളം കൂടി കൈവശപ്പെടുത്തി. വലിയ പണക്കാരനെന്നും മീൻപിടുത്തക്കാരനെന്നും പ്രസിദ്ധി ആർജിച്ചു. അങ്ങനെ ഒന്ന് വീർത്തു. പെട്ടെന്ന് ചക്കി മരിക്കുന്നു. പുനർവിവാഹം നടത്തുന്നു. പിന്നെ കടക്കാരനായി വള്ളവും വലയും പണയത്തിലാക്കിയ ഒരു ഭ്രാന്തനായി. അനന്തരകഥ അനുവാചകർഹിക്കുവാൻ തക്കവണ്ണം അപൂർണമായി നിർത്തുന്നു. അങ്ങനെ വലക്കാരനല്ലാത്ത ചെമ്പൻ കുഞ്ഞ് വള്ളവും വലയും നടത്തിയതിന്റെ ദുരന്തഫലം അയാളും അനുഭവിച്ചു. അയാൾക്ക് മക്കളില്ലാതെയായി, മക്കൾക്ക് തന്തയില്ലാതെയായി. ശേഷിച്ചത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കൈക്കുഞ്ഞും പഞ്ചമിയും മാത്രം. അവരുടെയും അനന്തരഗതി അജ്ഞാതം. ഒരു പുരോഗമന സാഹിത്യകാരനായ തകഴിയുടെ ചെമ്മീൻ അരയന്മാരുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുന്ന അന്ധവിശ്വാസവും ഐതിഹ്യവും യാഥാർത്ഥീകരിക്കുകയാണ്. അതിനെ ഇന്നത്തെ പുതുതലമുറയുടെ തലയിലും അടിച്ചേൽപ്പിക്കുകയാണ്. അവരിൽ ഒരു കറുത്തമ്മയും ചെമ്പൻ കുഞ്ഞും ഉണ്ടാകാൻ പാടില്ലെന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത്
ഇത് അരയ സമുദായത്തിന് എന്തൊരു ഗുണമാണ് വരുത്തി വെക്കാൻ പോകുന്നത് എന്ന് തകഴി തന്നെ പറയേണ്ടിയിരിക്കുകയാണ്. നിഷ്പ്രയോജകത്വം കൊണ്ട് ഏറ്റവും അധപ്പതിതമായ ഈ നോവൽ തകഴിയുടെ ഒരു വമ്പിച്ച പരാജയമാണ്. അതെ, കടലിനകത്തൊരു കടലമ്മയുണ്ടെന്നും അവർക്കെതിരായി അശുദ്ധം പാലിക്കുന്ന മുക്കോത്തികളെയും മാമൂലിനെതിരായി വള്ളവും വലയും നടത്തുന്ന മുക്കുവന്മാരെയും ആ ദേവി നശിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നും തകഴി ഏറ്റുപറയുന്നതുവരെ ഈ നോവൽ അദ്ദേഹത്തിന്റെ പരാജയ വൈജയന്തിയാണ്. ഇനി ചെമ്മീനിൽ കാണുന്നത് പോലെ കടലിനകത്തൊരു കൊട്ടാരത്തിൽ കടലമ്മ എന്നൊരു ദേവതയുണ്ടെന്നും പണ്ടും ഇന്നും അരയന്മാർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഈ വിശ്വാസമാണല്ലോ ചെമ്മീനിലെ കഥാബീജമായി തകഴി സ്വീകരിച്ചിരിക്കുന്നത്. മുക്കുവർ, മരക്കാന്മാർ, നുളയന്മാർ എന്നിങ്ങനെയുള്ള വിവിധ നാമങ്ങളോടുകൂടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കടൽത്തീരത്ത് നീണ്ടുകിടക്കുന്ന ഒരു സമുദായമാണ് അരയവംശം. അവർക്ക് പൊതുവായും പ്രാദേശികമായും ചില കൽപ്പിത കഥകളും പാട്ടുകളും വീരാപദാന കഥകളുമുണ്ട്. എന്നാൽ കടലമ്മയുടെ കഥ അവർക്കില്ല. ഞാനിത് ഇത്ര പറഞ്ഞ അവിടെ നിർത്തുകയാണ്. ഇതിനൊരു എന്താ പറയുക, ഒരു സാമ്പിളായിട്ട് ഒരു ഭാഗം കാണിച്ചത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ വസ്തുതകൾ ആശ്രയിച്ചുകൊണ്ടും മനുഷ്യസമത്വം, മനുഷ്യ പുരോഗതി, സ്വയം നിർണയാവകാശം, യുക്തിചിന്ത എന്നുള്ള ആശയങ്ങളോട് പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ഒരു ജ്ഞാനോദയ പക്ഷ നിരൂപണത്തിന്റെ ഉദാഹരണമാണ് ഈ ദീർഘലേഖനം. എല്ലാവരും വായിക്കേണ്ട ഒരു ലേഖനമാണിത്. വളരെ ചെറിയൊരു ഭാഗമേ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വേലിക്കുട്ടിയുടെ ചെമ്മീൻ നിരൂപണത്തെക്കുറിച്ച് ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാലചന്ദ്രന്റെ പ്രരോദനം പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ 5 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 5 ഇന്നലെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുമെന്ന് വിചാരിക്കാം. ഭാഗം 1 ഇതാണ്: വന്ദേ ഗുരു പരമ്പര, ഗുരുനാഥ പൂജയും അധോഗതി എന്ന ആഖ്യാനവും. അതാണ് ആദ്യത്തെ ഭാഗം. ഈ പ്രരോദനം എന്നുള്ള കൃതി ആസ്വദിക്കണമെങ്കിൽ അതിലെ തത്വശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനമായ ഒരു വിവരം വേണം. അതിലുപയോഗിച്ചിരിക്കുന്ന സംസ്കൃത പദങ്ങളുടെ അർത്ഥവും നിരുക്തിയും മനസ്സിലാവണം, അറിയണം. അതുകൊണ്ട് സംസ്കൃത അധ്യാപകരെയും തത്വശാസ്ത്ര അധ്യാപകരെയും താൻ നേരിട്ട് സമീപിച്ചു. വളരെ കാലം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സംസ്കൃത വാക്കുകളുടെ അർത്ഥം, നിരുക്തം, അതിൽ ഈ ഉന്നയിക്കുന്ന തത്വശാസ്ത്ര വിഷയങ്ങളുടെ അടിസ്ഥാന വസ്തുതകൾ, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കി എന്ന് ബാലചന്ദ്രൻ പറഞ്ഞത്. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം കുറച്ച് ദീർഘമായിട്ട് ഞാൻ എഴുതിയെടുത്താണ്. അത് ഉദ്ധരിക്കാം. ഒക്കെ റീഡിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. ഇതാ അദ്ദേഹം പറഞ്ഞത്: ഇന്ന് എൻ്റേതായി യാതൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ചിന്തകളോ എൻ്റെ അഭിപ്രായങ്ങളോ, ഇത് ബാലചന്ദ്രൻ പറയുന്നതാണ് കേട്ടോ. എൻ്റെ ചിന്തകളോ എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ വിചാരങ്ങളോ ഒന്നും തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഈ വലിയ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ ഹാളിൽ നടന്ന പ്രഭാഷണത്തിൽ പറഞ്ഞാണ് കേട്ടത്. ഏതൊരു ഈ വാലിന് മുന്നിലാന്ന് തോന്നുന്നത്, ചിത്രം നമുക്ക് കാണാം, അവിടെ നിന്ന് സംസാരിച്ചാൽ. ഈ വലിയ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദയവായി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ എല്ലാ ശരികൾക്കും എന്നെ ഈ കാവ്യം പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരാണ് അവകാശികൾ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി, ഞാൻ മാത്രമാണ് അവകാശി, മറ്റാരുമല്ല. ഞാൻ ഈ പറയുന്നത് ഒന്നും തന്നെ എൻ്റെ കണ്ടെത്തലുകളോ എൻ്റെ നിരീക്ഷണങ്ങളോ എൻ്റെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല. എന്നെ ഈ കാവ്യം ആസ്വദിക്കാൻ സഹായിച്ച, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ കാവ്യത്തിന്റെ അന്തരാത്മാവിലേക്ക് എന്നെ ഉപനയിച്ച വലിയ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സമുദ്രം എത്ര വലുതായാലും ഒരുവന്റെ കൈക്കുമ്പിളിൽ കൊള്ളുന്നത് മാത്രമേ അതിൽ നിന്ന് കോരിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ അറിയുന്നത് മാത്രമാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർ പറഞ്ഞു തന്നതിൽ നിന്ന് എൻ്റെ പ്രജ്ഞയുടെ കൈക്കുമ്പിളിൽ കൊള്ളുന്നത് മാത്രമാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ പരിമിതികൾ അവർ സർവാത്മനാ ക്ഷമിക്കട്ടെ. എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എൻ്റെ പിഴവുകൾക്കും മനുഷ്യന്റെ പരിമിതി ഓർത്ത് അവർ ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? എനിക്ക് വലിയ കുഴപ്പം തോന്നി. ഈ ഗുരുഭക്തി എന്ന് പറയുന്നത് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ചപ്പളാച്ചി സാധനമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു ഈ ഗുരുനാഥന്മാർ ഒരു കടലാണ്, ഞാൻ അതിൽ നിന്ന് കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന അല്പബുദ്ധി മാത്രമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്രിഞ്ച് അറ്റാക്ക്, ക്രിഞ്ച് എന്നൊരു വാക്കുണ്ട്. സമീപകാലത്ത് മലയാളമായി തീർന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ് ക്രിഞ്ച്. ഫിലിമൊക്കെ കണ്ടിട്ട് എഴുതുന്നതാണ് ക്രിഞ്ച് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും. ഒരു ക്രിഞ്ച് അറ്റാക്ക് വരും എനിക്ക് ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ എല്ലാവർക്കും വരണം എന്ന് എനിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ബോഡി സെൻസിബിലിറ്റി. പക്ഷെ ഇത് കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവും. എന്തൊരു എന്താ പറയാ, ആർഷമായ ഒരു സംഗതിയാണ്. അപ്പൊ ഈ ഗുരുനാഥന്മാർ എൻ്റെ പിഴവുകൾക്ക്
എന്നോട് എനിക്ക് ക്ഷമ തരട്ടെ എന്നൊക്കെയാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഗുരുനാഥന്മാർ മനുഷ്യരല്ലേ, ഈ പരിമിതികളൊന്നും അവർക്ക് ബാധകല്ലേ. വാസ്തവത്തിൽ ഈ അറിവിനെ കുറിച്ചിട്ടും അറിവാളികളെ കുറിച്ചിട്ടും ഉള്ള വളരെ അത്യന്തം പ്രതിലോമകരമായ ഒരു ആഖ്യാനമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു എന്താ പറയാ, സോക്കോൾഡ് ആർഷഭാരത ആഖ്യാനം എന്ന് പറയാം. ഈ ആർഷഭാരത ആഖ്യാനത്തിൽ ഓരോ അറിവാളിയും പറയുന്നത് വെച്ചാൽ അയാളുടെ ഗുരുനാഥൻ ഒരു കടലാണ്, ഞാൻ അതിൽ നിന്നൊരു കൈക്കുടന്ന് വെള്ളം മാത്രമേ എനിക്ക് കോരാൻ പറ്റിയിട്ടുള്ളൂ. ഇയാളുടെ ശിഷ്യൻ പറയുന്നത് എന്താണ്? ഇതന്നെ പറയാ. മറ്റേയാൾ കോരിയെടുത്ത കൈക്കുടന്നുണ്ടല്ലോ, അത് ഇയാളെ സംബന്ധിച്ചൊരു മഹാസമുദ്രമാണ്. ഉറുമ്പിൻ നിറവെള്ളം കടലൊന്നുമല്ല. അയാളും പറയും, ഓ എന്റെ ഗുരുനാഥൻ ഒരു മഹാസമുദ്രമാണ്, ഒരു അറിവിന്റെ പാരാവാരമാണ്, ഞാൻ അതിൽ നിന്ന് കോരിയെടുത്തത്. അതിന്റെ ശിഷ്യന്മാര്, തശിഷ്യന്മാര്, പ്രശിഷ്യന്മാരൊക്കെ പറയും ഇതന്നെ പറയും, എന്റെ ഗുരുനാഥൻ ഒരു മഹാസമുദ്രമാണ്, ഞാൻ കോരിയെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഒരു പ്രോഗ്രസീവ് വാമനവൽക്കരണം ഇങ്ങനെ നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെയല്ല ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇങ്ങനെ ഈ വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞ ഈ പരമ്പര നീണ്ടുപോകുമ്പോ എന്താ പറയാ, അത് ഒരു പറഞ്ഞ പോലെ പ്രോഗ്രസീവ് വാമനവൽക്കരണം. കാരണം അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഓരോ ആളും വലിയൊരു അറിവിന്റെ സമുദ്രം, ആ സമുദ്രത്തിൽ ഇയാൾ ഒരു കോരി എടുക്കുന്നു, അത് അടുത്താക്ക് ഒരു മഹാസമുദ്രമായി തോന്നുന്നു. അങ്ങനെ വരും ഓരോ തലമുറയെടുത്ത് കുറഞ്ഞല്ലേ വരാൻ. ഇവരുടെ ഈ ആർഷഭാരത ആഖ്യാനം വെച്ച് നോക്കിയാലേ അറിവ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനം, അത് വളരെ സ്റ്റാറ്റിക് ആണ്. അവിടെ ഉണ്ട് ഒരു എന്താ പറയുക ദൈവികമായ സോഴ്സ് എന്ന് വന്നിട്ട് അതവിടെ ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിരിക്കുന്നത്. ആരാണ് എൻ്റെ ഒറിജിനൽ കസ്റ്റോഡിയൻസ്? അത് സ്വാനുഭൂതി സമ്പന്നരായ ജ്ഞാനദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാരാണ്. ഇതൊക്കെ ഇൻവെർട്ടർ കോമ നിങ്ങൾ ഇട്ടേക്കണം. അവരാണ് എൻ്റെ ഒറിജിനൽ കസ്റ്റോഡിയൻസ്. അപ്പൊ ഈ കരകാണാത്ത വിജ്ഞാന സാഗരത്തിന്റെ ഒക്കെ കസ്റ്റോഡിയൻസ് അവരാണ്. ഓരോ തലമുറയിലും ഇങ്ങനെ വാമനവൽക്കരണം നടക്കും. അപ്പോ ഇതൊരു എന്താ പറയുക, ഒരു ഡീജനറസി നറേറ്റീവ് എന്ന് പറയാം. ഓരോ തലമുറയിൽ ഇങ്ങനെ ചെറുതായി വരുന്ന ആൾക്കാർ ഒരു ഡീജനറസി നറേറ്റീവ് എന്ന് പറയും. എൻ്റെ ഒരു കാഴ്ചയിൽ ഈ വാമനവൽക്കരണ ആഖ്യാനം തെറ്റാണ്. ഈ സംസ്കാരക്കാർ പറയുന്ന ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ യാതൊരു കഥയില്ല. അതുകൊണ്ട് ജ്ഞാനമല്ല ഞാൻ പറയുന്നത്, വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ജ്ഞാനം എന്ന് ഇവർ പറഞ്ഞ സാധനത്തിന് ഒരു വിശ്വാസമില്ല. വിജ്ഞാനത്തെ കുറിച്ച് പറയാം. ഒരു അനുഭവ കഥ ആദ്യം പറയാം. ഒരു 60 കൊല്ലം മുമ്പത്തെ കഥയെടുത്താൽ, എനിക്കിപ്പോൾ 63 വയസ്സായി, 60 കൊല്ലം മുമ്പൊക്കെയുള്ള കഥയെടുത്താൽ കേരളത്തിലുള്ള ഈ ചെറിയ നഗരങ്ങളിലൊക്കെ ഒരു 1-2 ഡോക്ടർമാരുണ്ടാവും ജനറൽ പ്രാക്ടീസ്. അടുത്ത സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരായിരിക്കും. ഇപ്പോൾ ഒരു എന്താ പറയുക, XY നായർ, PQ പണിക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരെ, അവരെ കുറിച്ചുള്ള ആൾക്കാർ ജനറൽ പ്രാക്ടീഷണേഴ്സ് ആണ്. ഇവരെ കുറിച്ചൊക്കെ ആൾക്കാർ വലിയ ഐതിഹാസികമായ കഥകൾ പറയും. എത്രയോ ആൾക്കാരെ മരണത്തിൽ രക്ഷിച്ച കഥ, അങ്ങനെയൊക്കെ. ഞാനൊരു 30 കൊല്ലം മുമ്പ്, ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ ഒരു ചെറിയ ടൗണിൽ വന്നിട്ട് ഒരു ഓർത്തോപീഡിക് സർജനായിട്ട് പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് എന്നെ വേറൊരു കാര്യത്തിന് കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു സ്ത്രീയുടെ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയിലായിട്ടൊരു വ്രണമുണ്ട്. വ്രണം എന്നല്ല, ഒരു സൈനസ് എന്ന് പറയണം. എപ്പോഴും കണ്ണുനീര് വിളിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് ഈ ഭാഗത്തുള്ള ഒരു വ്രണത്തിൽ ഇങ്ങനെ കണ്ണുനീര് സമയം 24 മണിക്കൂർ കണ്ണുനീര് വിളിച്ചുകൊണ്ട്. അപ്പൊ ചോദിച്ചപ്പോൾ അത് അവിടുത്തെ ഈ 1ാം തലമുറയിൽപ്പെട്ടിട്ടുള്ള വളരെ ഐതിഹാസിക സ്വഭാവങ്ങളുള്ള ഒരു ഡോക്ടർ ചികിത്സിച്ച രോഗിയാണ്. അത് ഈ പിന്നെ എൻ്റെ കാണാൻ വന്ന വനിത ചെറുപ്പത്തിലായ യുവതിയായിരുന്ന കാലത്ത് അവിടെ ഒരു കുരു ഉണ്ടായി, അദ്ദേഹം അത് കീറി. അതാണ് സംഭവിച്ചത്. അപ്പൊ നമ്മളിവിടെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 കൊല്ലം മുമ്പൊക്കെ കുരു വന്ന ആൾക്കാർ മരിച്ചു പോകും. എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അങ്ങനെ. കാരണം അന്ന് ആന്റിബയോട്ടിക് ഇല്ല, സ്റ്റെറൈലായിട്ട് പിന്നെ സർജറി ചെയ്യാൻ വഴിയില്ല, അസെപ്റ്റിക് സർജറി ഇല്ല. അപ്പോൾ ഇവരുടെയൊക്കെ കാലമായപ്പോൾ അതൊക്കെ വന്നു. പെൻസിൽ വന്നു, ആദ്യത്തെ ആന്റിബയോട്ടിക്കുകൾ വന്നു, അസെപ്റ്റിക് സർജറി എങ്ങനെയാണ് കീറേണ്ടതെന്നുള്ള കാര്യങ്ങൾ വന്നു, അതൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ അസെപ്റ്റിക് സർജറിയും പെൻസിലിനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരെ ഇവർ രക്ഷിച്ചിട്ടുണ്ടാവും. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ആ കഥകളൊക്കെ ശരിയായിരിക്കും, അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിലെന്താ പറ്റിയെന്ന് വെച്ചാല് ഇതൊരു വെറും കുരുവല്ല. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി മൂക്കിലൂടെ പുറത്തു പോകാനുള്ള വഴിയിൽ ഒരു ലാക്രിമൽ സാക്ക്, കണ്ണുനീർ സഞ്ചി, ചിത്രം കാണാം, കണ്ണുനീർ സഞ്ചി, ലാക്രിമൽ സാക്ക് എന്നൊരു സാധനമുണ്ട്. അതിന് വന്ന ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു ഡാക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറയും. അത് കീറാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത് വെർട്ടേഡ് ദിക്കിലുള്ള സാധനമായിട്ട് അദ്ദേഹം കീറി പഴുപ്പ് മാറി, പക്ഷെ പിന്നെ ഉണങ്ങില്ല. അത് ഇതിവിടെ കീറിയ ഒരു സൈനസായി മാറും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് പോലും, ഞാൻ കണ്ണിൻ്റെ ഡോക്ടറല്ല, ഒരു MBBS കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തോ ഞാൻ വേറൊരു പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എനിക്ക് പോലും അറിയാം ഇത് ആര് ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് പിന്നെ ഉള്ള ജീവിതകാലം മുഴുവനും ഉള്ള ദശാബ്ദങ്ങൾ അവർ മരിക്കുന്നവരെയും ഇതേ നിങ്ങളുടെ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഒരു പൊതു ആഖ്യാനം, പഴയ കാലത്തെ ഡോക്ടർമാർ വലിയ അറിവും കഴിവുമുള്ളവരായിരുന്നു.
ഇപ്പോൾ ഓരോ അവയവത്തിനും ഓരോ ഡോക്ടർമാരായി. പഴയ ആൾക്കാരുടെ അത്ര കഴിവില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ സംഗതി അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ ചികിത്സയുടെ ഓരോ തലമുറയും, ചികിത്സകരുടെ ഓരോ തലമുറയും അതിന് മുമ്പുള്ള തലമുറയേക്കാൾ കൂടുതൽ അറിവും കഴിവും ഉള്ളവരാണെന്നാണ് വസ്തുത. നമ്മളിങ്ങനെ ഈ ഐതിഹാസികമായ കഥകളൊന്നും അവരെ കുറിച്ചില്ലെങ്കിലും ഇന്ന് പഠിച്ചു വരുന്ന ആൾക്കാർക്കാണ് കൂടുതൽ അറിവുണ്ടാവുക, കൂടുതൽ വിവരമുണ്ടാവുക. കാരണം എന്താ വെച്ചാല് അറിവ് സ്റ്റാറ്റിക്കായ ഒരു സാധനമല്ല. അറിവിലൊരു പുരോഗതിയുണ്ട്. മനുഷ്യ പുരോഗതി അതിനെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. മനുഷ്യ പുരോഗതി, അറിവിന്റെ പുരോഗതി നടക്കുന്നുണ്ട് അവിടെ. അപ്പോ അതുപോലെ തന്നെ എൻ്റെ തലമുറയിലുള്ള ഓർത്തോപീഡിക് സർജൻസ്, ഞാൻ അടക്കമുള്ള എൻ്റെ തലമുറ ഓർത്തോപീഡിക്, എന്നെ പഠിപ്പിച്ച അധ്യാപകരെക്കാളും മിടുക്കന്മാരാണ്, ഒരു തർക്കമില്ല. എൻ്റെ അധ്യാപകന്മാരെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ തലമുറയിൽ ഓർത്തോപീഡിക് സർജൻസ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, ഇനി നമ്മുടെ കൂടെയുള്ളവർ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളായ ആൾക്കാർ തീർച്ചയായും നമ്മളെക്കാളും മെച്ചപ്പെട്ട ആൾക്കാരാണ്. അതിലൊരു സംശയമില്ല. നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ടാവും, കഴിവുണ്ടാവും. അങ്ങനെയാണ് ഈ അറിവിൻ്റെ ഒരു രീതി. കാരണം ഈ മനുഷ്യ വിജ്ഞാനത്തിന് പുരോഗതി ഉണ്ട്. നമ്മളെ ഈ പൂർവികരൊക്കെ സങ്കല്പിച്ചിരുന്ന പോലെ ഒരു ദൈവത്തിൽ നിന്നോ ഒരു ഡിവൈൻ അതോറിറ്റിയിൽ നിന്ന് വരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെയല്ല ഈ ഒരു അറിവിനെ കാണേണ്ടത്. അങ്ങനെയല്ല അറിവ്, എൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ഇത് ചരകസംഹിതയിലുള്ള ഒരു കോട്ടാണ്. ചരകസംഹിത ഒരു ഭാഗം ഞാൻ എടുത്ത് വെച്ചതാണ്. ചരകസംഹിത ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥമാണല്ലോ. അതിൽ പറയുന്നതാണ്, ജീവികൾ ആരോഗ്യവാനായിരിക്കുവാനുള്ള കാരണമെന്ത്, രോഗിയാവാനുള്ള കാരണമെന്ത്, ആരോഗ്യവാന്റെ ലക്ഷണം എന്ത്, രോഗിയുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണം എന്ത്, ആരോഗ്യവാനുള്ള ഔഷധം എന്ത് എന്നിവയുടെ അറിവിനായി ഉണ്ടാക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രം. ഈ ശാസ്ത്രത്തിന് ഒരു കാലത്തും നാശമില്ല, ശാശ്വതമാണ്. ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. ഇത് ബ്രഹ്മാവ് പ്രജാപതിക്കും, പ്രജാപതി അശ്വിനികുമാരന്മാർക്കും, അശ്വിനികുമാരന്മാർ ദേവേന്ദ്രനും ഉപദേശിച്ചത് പ്രകാരം തന്നെ ദേവേന്ദ്രൻ ഭരദ്വാജിന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ആർഷഭാരത എന്താ പറയുക, ഒരു ശാസ്ത്രിക് കൺസെപ്റ്റ് എന്ന് പറയാൻ. ഇതാണ് ബാലേന്ദ്രൻ ആവർത്തിക്കുന്ന ഒരർത്ഥത്തിൽ. എൻ്റെ ഗുരുക്കന്മാർ തന്നതിൽ നിന്ന് ഞാൻ ഒരു കൈക്കുമ്പിൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഇങ്ങനെയല്ല അറിവിനെ പറ്റിയിട്ടുള്ള ആധുനികമായ ധാരണ. അപ്പൊ ഈ ശാശ്വതവും സർവകാലത്തേക്കും സാധുവായതും സർവകാലത്തേക്കും മതിയാവുന്നതും അങ്ങനെയാണല്ലോ. ഇതിലൊരു ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ബ്രഹ്മാവിൽ നേരിട്ട് വന്നിട്ടുള്ള സാധനമാണ് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയുള്ള ഒരു അറിവ് എന്ന സങ്കല്പം തന്നെ വാസ്തവത്തിൽ അടിസ്ഥാനരഹിതമാണ്. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും, ഞാൻ 24,014 തവണ കൂടി ആ വാക്ക് പറയട്ടെ. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് സാധുവായ അറിവിനുള്ള മാർഗം. ഓരോ തലമുറ കഴിയുന്തോറും മനുഷ്യരുടെ അറിവ് കൂടി വരും. അധ്യാപകരുടെ തലമുറയേക്കാൾ കഴിവും അറിവും ഉള്ളവരാണ് വിദ്യാർത്ഥികളുടെ തലമുറ. ഇതാണ് മനുഷ്യ പുരോഗതിയുടെ ഗതി. ഈ രീതിയിലുള്ള മനുഷ്യ പുരോഗതിയുടെ ഒരു ഉദാഹരണം കൂടി പറയാം. അത് ധാർമ്മിക പുരോഗതിയുടെ ഒരു ധാർമ്മിക പുരോഗതി. നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മുടെ തലമുറ ഒരു 100 കൊല്ലം മുമ്പുള്ള ആൾക്കാരെക്കാളും ധാർമ്മിക പുരോഗതിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ വിചാരിക്കും. അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടാവും, എക്സെപ്ഷൻസ്. പക്ഷെ ജനറലി ധാർമ്മിക പുരോഗതി ഉണ്ട്. സമൂഹത്തിൽ തിരിച്ചു പോയിക്കൂടാന്നില്ല കേട്ടോ. ഇതൊരു ഗ്യാരണ്ടി ഒന്നുമല്ല. ഇപ്പൊ മനുഷ്യരിങ്ങനെ തന്നെയാണ്. ചരിത്രത്തിന്റെ എന്ത് നിയമം എന്നാ പറയാ, അനിവാര്യമായ നിയമങ്ങൾ, ചലന നിയമങ്ങൾ, അങ്ങനെയൊന്നുമില്ല. തിരിച്ചൊക്കെ പോവാം. പക്ഷെ ഇത് സാധ്യമാണ്. കേരളം ഒരു സമൂഹം എന്ന നിലയിൽ ധാർമ്മികമായ പുരോഗതി നേടിയിട്ടുണ്ട്. കുറെ പേരൊക്കെ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യരെക്കാളും ധാർമ്മിക പുരോഗതി നേടിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഈ രാജരാജവർമ്മയുടെ മരണം മുൻനിർത്തിയിട്ടാണ് ഈ പ്രബോധനം എന്ന് പറഞ്ഞിട്ടുള്ള കാവ്യം. അപ്പൊ അതിൽ ഉള്ളൊരു ശ്ലോകം അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. ഹാ കഷ്ടം പ്രതിഭാപ്രകാശഭരമാർന്നർക്കോജ്വലൻ മർത്യനും ലോകത്തിമൃതി തുല്യം ഇന്നും ഒളി കണ്ടിടാത്ത കീടത്തിനും. ആ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇതാണ്. രാജരാജനെ കുറിച്ച് പറയാണ്, അനേക വിഷയങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ പ്രപഞ്ചത്തിന്റെ പല തലങ്ങളിലുള്ള രഹസ്യങ്ങൾ അറിഞ്ഞ് ആ അറിവ് കൊണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും മറ്റു മനുഷ്യരുടെ ജീവിതങ്ങളെയും ഒക്കെ പ്രകാശപൂർണമാക്കിയ സൂര്യതുല്യ പ്രഭാവനായ ഒരു മനുഷ്യൻ. ഇങ്ങനെയാണ് രാജരാജവർമ്മയെ കുറിച്ചിട്ട് ഈ ശ്ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നത്. അതുപോലെ നമ്മൾ ആ കൃതിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാജരാജവർമ്മയുടെ ധിഷണ, പ്രതിഭ, ധാരണ, പാണ്ഡിത്യം, പുരോഗമനകാംക്ഷ, ഇതൊക്കെ ആശയം വളരെ പ്രകീർത്തിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. 2 ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. ആദ്യത്തേത് ബാലേന്ദ്രന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചാണ്, 45-ാമത്തെ ശ്ലോകം. ഊഹാഭ്യാസ നിഷാദ ചാരുധിഷണേ ഉന്മേഷ സംഹൃഷ്ട സമൂഹാന്ത്യ പ്രതിഭേ മുഹൂർധൃത കലാപ്രസ്താരയാം ധാരണേ ആഹാവെന്തെരിയുന്നു
നിങ്ങൾ അഭയം കൈക്കൊണ്ടു ചേക്കാർന്നൊരാ സ്നേഹാർദ്രം സരളദ്രുമം നിലവിളിച്ചാരാൽ പറനീടുവൻ. അതുപോലെ തന്നെ 52-ാമത്തെ ശ്ലോകം, അത് പിന്നെ ബാലനെ ഉദ്ധരിച്ചല്ല, പ്രയോഗത്തിനുള്ള വേറെ ശ്ലോകം ഈ ഇവിടെ പ്രസക്തമായതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നതാണ്. പ്രാമാണ്യം സ്വയമാർന്ന പാണ്ഡിതി പരിഷ്കാരത്തിൽ നിത്യാദരം സാമാന്യാധികമായ ശക്തി കവിതാ സാമ്രാജ്യ സംരക്ഷയിൽ ശ്രീമാഹാത്മ്യം ഇവണ്ണമാർന്ന വിബുധ ജ്യോതിഷ്പദേ നിൻ യശോഭൂമാവിൽ ചിൽ കൗശിക വ്രജമഹോ പുച്ഛം നടിച്ചു ചിരം എന്നാണ്. ഇതെല്ലാം അദ്ദേഹത്തിനെ പറ്റി പറയുന്ന കാര്യമാണ്. ഈ ഇങ്ങനെയൊക്കെ പുകഴ്ത്തപ്പെട്ടിട്ടുള്ള കേരള പാണിനി എന്ന് കേളി കേട്ടിട്ടുള്ള രാജരാജവർമ്മ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിന് എഴുതിയിട്ടുള്ള ക്ലാസ് നോട്ടുകളാണ് കേരള പാണിനിയുമായി വികസിച്ചെന്നാണ് പറയുന്നത്. ഈ കേരള പാണിനിയത്തിൽ ഒരു വാചകം ഇതിനടുത്ത് ഒരു അധ്യാപകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേരള പാണിനിയെ നെറ്റിൽ കിട്ടും കേട്ടോ, വിക്കി ഗ്രന്ഥശാല നോക്കിയാൽ മതി. അതിൽ ശബ്ദ വിഭാഗം എന്ന അധ്യായത്തിലാണ് ഈ പരാമർശമുള്ളത്. അതിൻ്റെ മുഴുവൻ ഇതിപ്പോ ഈ അവ്യയങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിനെ കുറിച്ചൊരു ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമാണ്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ബ്രാഹ്മണ വർഗത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിലും വൈകല്യം കൊണ്ട് ബ്രാഹ്മണ്യം പോയി ചണ്ടാല വർഗത്തിൽ ചേർന്നിട്ടുള്ളവരെ പോലെയാണ് അവ്യയങ്ങളുടെ സ്ഥിതി എന്നാണ് AR രാജവർമ്മ പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് ഈ പുസ്തക ഭാഗം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ വാസു എന്ന അദ്ദേഹം പറയുന്നതാണ്, രാജരാജവർമ്മ ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ തിരുവിതാംകൂർ രാജ്യത്ത് ചണ്ടാല കുലത്തിൽ പിറന്ന ആരും തന്നെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഗ്രഹാര സമാനമായ ഇത്തരം ക്ലാസ്സുകളിൽ ഇമാതിരി ഉദാഹരണങ്ങളിലൂടെ ക്ലാസ്സിൽ അപരഹിംസയുടെ രസവും വെടിവട്ടവും ഊറി നിറഞ്ഞത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളും ക്ലാസ്സിലുള്ളപ്പോൾ ഇതേ ടെക്സ്റ്റ് എങ്ങനെയാണ് അധ്യാപകർ വ്യാഖ്യാനിക്കുക? ചണ്ടാല കുലത്തിൽ പിറന്ന ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കുക? അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൂര്യതുല്യ പ്രഭാവനായ ഒരു മനുഷ്യൻ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനല്ല, സൂര്യതുല്യ പ്രഭാവനായിട്ടുള്ള മനുഷ്യനാണ്. അത് ആശാനെ പോലെ ഒരാൾ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ അധ്യാപകൻ പുലർത്തിയ ധാർമ്മിക ബോധം എന്നത് 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ അപരിഷ്കൃതമാണ്, അപലപനീയമാണ്. എനിക്കൊന്നില്ല ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ഒരു വാചകം ബോധപൂർവ്വം പറയുകയോ എഴുതുകയോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ധാർമ്മിക പുരോഗതി എന്നുണ്ട്. അത് അഭികാമ്യവുമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഗുരു ഇങ്ങനെ വന്ദേ ഗുരു പരമ്പരാം ഇങ്ങനെ ഓരോ ഗുരു കഴിയുമ്പോഴും പ്രോഗ്രസീവ് ബ്രാഹ്മണവൽക്കരണം നടന്നു പോകുന്ന ഒരു കാര്യമല്ല. അധ്യാപകരെക്കാൾ മികച്ച വിദ്യാർത്ഥികൾ ധാർമ്മികമായും അറിവിലും കഴിവിലൊക്കെ അങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനെയാണ് നടക്കുന്നത്. ഇത് കാണാൻ പറ്റും. ഈ ഗുരുസ്തുതി എന്നതൊരു ചപ്പളാച്ച സാധനമാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്. കുറെ അറിവും കുറച്ച് അറിവില്ലായ്മയും, തിരിച്ച് കുറച്ച് അറിവും കുറെ അറിവില്ലായ്മയും, കുറെ മുൻവിധികളും കുറെ പക്ഷവാഴ്ത്തങ്ങളും ഒക്കെയുള്ള മനുഷ്യർ തന്നെയാണ് എല്ലാവരും. നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ അറിവിന്റെ ഭണ്ഡാകാരം, സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എങ്ങനെ സങ്കല്പങ്ങളൊക്കെ പരമാബദ്ധമാണ്. ഈ ഗുരുവിന്റെ വിജ്ഞാന സാഗരത്തിൽ നിന്നൊരു കൈക്കുമ്പിൾ കോരിയെടുത്ത നിസ്സാരനാണ് ഞാനൊരു തൃണമാണ്, ഗുരു മഹാമേരുവാണ്, വിജ്ഞാന മഹാമേരുവാണ് എന്നുള്ള ആർഷഭാരത ഗുരുസ്തുതികളൊന്നും തീരെ ശരിയല്ല. ഈ ഗുരുത്വത്തിന്റെ ഘോഷണം പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും ഒഴിയിൽ കൂടി ഞാൻ അവിടെ പറഞ്ഞേക്കാം. അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? ഡീജനറസി നറേറ്റീവ്, അതായത് അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഡീജനറസി നറേറ്റീവ് എന്നൊരു വാക്യം നേരത്തെ പറഞ്ഞത് ഈ ബാലചന്ദ്രന്റെ പ്രസംഗത്തിൽ പല സ്ഥലത്തും ആവർത്തിക്കുന്ന ആഖ്യാനത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ ഡീജനറസി നറേറ്റീവ്. അദ്ദേഹം തന്നെ ഗുരുക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം, അത് വിക്ടോറിയ കോളേജ് പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ശരിയില്ല, അധ്യാപകർ ശരിയല്ല, വിദ്യാർത്ഥികൾ ശരിയല്ല, ഇങ്ങനെ ഒരു ആഖ്യാനം കാണാം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിക്ടോറിയ കോളേജ് പറഞ്ഞ കാര്യമാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്ഷരം തെറ്റില്ലാതെ എഴുതാൻ അറിയില്ല. ആനന്ദധാര എന്നെഴുതുമ്പോൾ ചന്തയുടെ എന്താ എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് തൻ്റെ കവിതകൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കരുത്, കുട്ടികൾ അക്ഷരം എഴുതാനാണ് പഠിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം ആ പ്രശ്നത്തിൽ പറഞ്ഞേക്കാം. അപ്പൊ ഈ അതുപോലെ തന്നെ ഈ ഡീജനറസി നറേറ്റീവിന്റെ ഭാഗമായിട്ട് അധ്യാപകരുടെ നിലവാര തകർച്ച, അതിനെക്കുറിച്ച് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അതെന്താ പറഞ്ഞ വെച്ചാല്, ഒരു കോളേജിലെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിലെ ബഹുസ്വരത എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി. അതുപോലെ തന്നെ ഇവിടെ നടത്തിയ പ്രശ്നം പറഞ്ഞത്, ഒരു കോളേജ് അധ്യാപകൻ ശ്രീനാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകൻ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെയാണ് അധ്യാപകരുടെ നിലവാര തകർച്ചയെക്കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ. സെമിനാറിനെ കുറിച്ച് പറയുന്ന ഭാഗം ഞാനൊന്ന് ഉദ്ധരിക്കാം. ഇതാണ് ആ പ്രശ്ന ഭാഗം. ദീർഘമായിട്ട് ഞാൻ ഉദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അക്ഷരശ്ലോകത്തിന് വേണ്ടി പ്രരോദനത്തിലെ കുറേ ഇത് ബാലേന്ദ്രൻ പറയുന്നതാണേ.
പ്രരോദനത്തിലെ കുറേ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിരുന്നു കുട്ടിക്കാലത്ത്. അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അർത്ഥം പൂർണ്ണമായി ഇപ്പോഴും അറിയാം എന്നെനിക്ക് ആത്മവിശ്വാസവുമില്ല. പിന്നെ അർത്ഥമൊന്നും അറിയേണ്ട കാര്യമില്ല ഇപ്പോൾ. ഈയിടെ എന്നെ ഒരു സെമിനാറിന് ക്ഷണിച്ചു ഒരു കോളേജിൽ. വിഷയം നാരായണ ഗുരുവിന്റെ കൃതികളിലെ ബഹുസ്വരതയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, അറിവ്, അറിയുന്ന വസ്തു അല്ലെങ്കിൽ വിഷയം, ഇത് മൂന്നും ചേർന്നാണ് ത്രിപുടി. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ത്രിപുടിയാണ്. അത് ഒന്നായ മാമതിയിൽ, ഏകമായ മഹാബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായികിൽ നേര് ഇത് കിനാവുണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവ നാമശേഷം. ഇങ്ങനെ ഏകം സത് എന്ന് വേദം ഘോഷിച്ച ആ ദർശനത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പകർത്തുകയും ചെയ്ത, തൻ്റെ സമൂഹത്തെ പഠിപ്പിച്ച ഏകത്വ ദർശനത്തിന്റെ വലിയൊരു മൂർത്തിയാണ് നാരായണ ഗുരു. ആ ഗുരുവിന്റെ രചനകളിൽ നിറയെ ബഹുസ്വരതയാണ് എന്നും പറഞ്ഞാണ് ചില മലയാളം ഡിപ്പാർട്ട്മെന്റുകൾ സെമിനാർ നടത്തുന്നത്. അപ്പൊ ഇതിൽ നാരായണ ഗുരുവിന്റെ ബഹുസ്വരത, ആ വിഷയം നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പറയാനുള്ളതാണ്. കാരണം ഈ പ്രഭാഷണത്തിൽ വളരെ ഊന്നൽ കൊടുത്ത് ബാലനെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിഷയമാണല്ലോ. തൽക്കാലം നമ്മൾ ആ നറേറ്റീവ് ഓഫ് ഡീജനറേഷൻ, അധപ്പതനാഖ്യാനം, അതാണ് നമ്മൾ തൽക്കാലം പിന്തുടരുന്നത്. ഈ നാരായണ ഗുരുവിന്റെ രചനകളുടെ അർത്ഥമറിയാതെ അതിന് വികലമെന്ന് ബാലചന്ദ്രന് തോന്നുന്ന ഒരു വ്യാഖ്യാനം ചമക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ 2 പ്രസംഗങ്ങളിൽ പലവട്ടം ആവർത്തിച്ചു വരുന്ന പ്രമേയമാണ് ഈ നറേറ്റീവ് ഓഫ് ഡീജനറേഷൻ. പ്രിൻസ്റ്റണിലെ ഒരു പ്രൊഫസറായ ക്രിസ്റ്റി വാംപോൾ ഒരു ഉപന്യാസത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. സാംസ്കാരിക അധപ്പതനം എന്ന ആഖ്യാനം അടിസ്ഥാനപരമായി ഒരു അധപ്പതനത്തിന്റെ തത്വശാസ്ത്രമാണ്. ഇറ്റ് ഇസ് എ ഡിക്ലൈനിസ്റ്റ് ഫിലോസഫി ബൈ നേച്ചർ. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാവുന്ന അവസ്ഥയായി, വിദ്യാഭ്യാസ നിലവാരം തകർന്നു, സാംസ്കാരിക സ്ഥാപനങ്ങൾ അമ്പപരാജയമാണ്. അതിന്റെ അനന്തരഫലമായിട്ട് പുസ്തകങ്ങൾ, സെമിനാർ പ്രബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഞെട്ടിക്കുന്ന വിധത്തിൽ അധപ്പതിച്ചു. സംസ്കാരം എന്നത് നേരത്തെ കുറെ കൂടി ഗഹനവും, അതാണ് അർത്ഥമൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ. നേരത്തെ സംസ്കാരം എന്നത് കുറെ കൂടി ഗഹനവും വികസിതവുമായിരുന്നു. കൾച്ചർ യൂസ് ടു ബി കോംപ്ലക്സ് ആൻഡ് ഹൈലി ഡെവലപ്ഡ്. നൗ ഇറ്റ് ഈസ് റൂഡിമെന്ററി ആൻഡ് ബ്ലാൻഡ്. ഇപ്പോൾ അത് അവികസിതവും രുചിഹീനവുമായി തീർന്നു. ഇതാണ് ഈ ആഖ്യാനത്തിന്റെ ഒരു പൊതു രീതി. വാംപോൾ പറയുന്ന വേറൊരു കാര്യം, ഈ സാംസ്കാരിക അധപ്പതനം എന്ന് പറയുന്ന ആഖ്യാനത്തിന്റെ പിറകിൽ റേഷ്യൽ ആൻഡ് ക്ലാസ് കൊണോട്ടേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. വംശീയവും വർഗപരവുമായ വ്യംഗ്യ സൂചനകളുണ്ട്. നമ്മുടെ സാഹചര്യത്തിൽ ജാതീയമായ വ്യംഗ്യ സൂചനകൾ എന്നുകൂടി നമ്മൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കണം. യാഥാസ്ഥിതിക പ്രതിലോമ ചിന്തയുടെ മുഖമുദ്രയാണ് സാംസ്കാരിക അധപ്പതനം എന്ന ആഖ്യാനം എന്ന് ക്രിസ്റ്റി വാംപോൾ പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഹോൾമാർക്ക് ഓഫ് കൺസർവേറ്റീവ് ആൻഡ് റിയാക്ഷണറി തോട്ട്. ഇറ്റ്സ് എ ഹോൾമാർക്ക് ഓഫ് കൺസർവേറ്റീവ് ആൻഡ് റിയാക്ഷണറി തോട്ട്. അതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന ബാലചന്ദ്രൻ എന്ന ബാലൻ ചുള്ളിക്കാട് എന്ന കവി ബോധപൂർവം പ്രതിലോമ രാഷ്ട്രീയം പറയുന്നു എന്നൊരു ആക്ഷേപം എനിക്കില്ല. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഗ്രഹിച്ചത് നമ്മോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞിട്ടത് ഞാനല്ല ഇതൊന്നും പറയുന്നത്, ഇതൊന്നും എന്റെ വാക്കുകളല്ല, ഇതിന്റെ ഗുരുനാഥന്മാരനെ പഠിപ്പിച്ചാൽ പറഞ്ഞത്. ഈ ഗുരുനാഥന്മാർ അദ്ദേഹത്തെ പഠിപ്പിച്ചത് കൺസർവേറ്റീവ് ആൻഡ് റിയാക്ഷണറി തോട്ടാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെനിക്ക് അദ്ദേഹത്തോട് വിമർശനം ഉണ്ട് തരും കേട്ടോ. അതിൽ വിമർശനമുണ്ട്, അത് നമ്മുടെ ജോലിയാണ്. ഗുരുനാഥന്മാർ പറയുന്നത് അതേപോലെ ഛർദ്ദിക്കാനുള്ള അവര് നമ്മുടെ ജോലി. ഇത്രയാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ബഹുസ്വരതയും നാരായണ ഗുരു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്രിസ്റ്റി വാംപോളിന്റെ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പരിചയപ്പെട്ട ക്രിസ്റ്റി വാംപോളിന്റെ ഒരു നിരീക്ഷണം കൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുക. കോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. സാംസ്കാരിക അധപ്പതനം എന്ന് പറയുന്ന വാദം തെളിയിക്കുന്ന ഒരൊറ്റ കാര്യമാണെന്നാണ് ക്രിസ്റ്റി വാംപോൾ പറയുക. അത് ഈ വാദിക്കുന്ന ആള് താൻ വിമർശിക്കുന്ന സാംസ്കാരിക ഉൽപ്പന്നങ്ങളെ സമയമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതല്ലെങ്കിൽ തനിക്ക് മനസ്സിന് പിടിക്കാത്ത ഈ സാംസ്കാരിക, അതായത് നാരായണ ഗുരുവിന്റെ ബഹുസ്വരത എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. കാരണം പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ബഹുസ്വരത എന്താണെന്ന് തന്നെ അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് അത്രപോലെ അദ്ദേഹം അത് എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഈ സാംസ്കാരിക ഉൽപ്പന്നത്തെ അദ്ദേഹം സമയമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതല്ലെങ്കിൽ തനിക്ക് മനസ്സിന് പിടിക്കാത്ത ഈ സാംസ്കാരിക പ്രതിഭാസങ്ങളുടെ അർത്ഥം എങ്ങനെ കണ്ടെത്താം എന്ന് ഈ അധപ്പതനവാദിയായിട്ടുള്ള വ്യക്തിക്ക് അറിയില്ല. ഇങ്ങനെ 2 സാധ്യതകളാണ് ഇവിടെ. ഇപ്പൊ നാരായണ ഗുരുവിന്റെ കൃതികളിലെ ബഹുസ്വരത എന്നൊരു സെമിനാർ നടത്തി. നാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകൻ എന്ന പുസ്തകം ഉണ്ടായി. ഇതൊക്കെയാണ് സാംസ്കാരിക അധപ്പതനത്തിന്റെ സൂചകങ്ങളായിട്ട് ബാലചന്ദ്രൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടാവാം, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ
ആ സെമിനാറിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവരെന്താ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകനാണ് എന്ന ആശയം അത് ശരിയാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അവർ പറഞ്ഞ എന്തായിരുന്നാലും ഈ ക്രിസ്റ്റി വാംപോൾ പറഞ്ഞ പോലെ യു ഹാവ് ഇൻ ടേക്കൺ ദ ടൈം to look for the many regenerative objects that are waiting there to be found, or you don't quite know how to find meaning in the ones that displease you. തനിക്ക് അങ്ങേയറ്റം അരുചികരമായി അനുഭവപ്പെടുന്ന ആശയം ശരിയാണോ, അതിന് തെളിവുകളുടെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കാൻ ബാലേന്ദ്രൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടെ എന്താണ് ബഹുസ്വരത? പ്ലൂരലിസം. അതാണ് ബഹുസ്വരത, പ്ലൂരലിസം. ഈ പദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസർ വിഭാ ചതുർവേദി 2016 ജേണൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ചിന് അതിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ തലക്കെട്ട് ഫിലോസോഫിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് റിലീജിയസ് പ്ലൂരലിസം എന്നാണ്. ഫിലോസോഫിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് റിലീജിയസ് പ്ലൂരലിസം, മതപരമായ ബഹുസ്വരതയുടെ തത്വശാസ്ത്ര വിവക്ഷകൾ എന്നാണ്. ഈ പേപ്പറിന്റെ ഒരു കേന്ദ്ര വിഷയം എന്താണ്, അതിന്റെ നിരീക്ഷണങ്ങൾ എന്താണ്, നിഗമനങ്ങൾ എന്താണ്, ഇതൊന്നും ഞാൻ ഇവിടെ പരിഗണിക്കുന്നില്ല കേട്ടോ. അതേയല്ല വിഷയം. എന്താണ് ബഹുസ്വരത അതറിയാൻ വേണ്ടിയിട്ട് ഏതാനും വാചകങ്ങൾ മാത്രം ഞാൻ ഇതിൽ ഉദ്ധരിക്കുന്നുള്ളൂ. അത് ഈ ഏകം സത് എന്ന വേദം ഘോഷിച്ച, വേദത്തിൽ പറയപ്പെടുന്ന ആ ഒരു ഏകം സത്ത് എന്ന് പറഞ്ഞ ദർശനത്തെ തന്റെ ജീവിതത്തിൽ പകർത്തിയ ഏകത്വ ദർശനത്തിന്റെ വലിയൊരു മൂർത്തിയാണ് നാരായണ ഗുരു എന്ന് അദ്ദേഹത്തെ ബഹുസ്വരതയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ എന്താണ് ഈ മത തത്വശാസ്ത്ര കോണ്ടെക്സ്റ്റിൽ ആ പ്രകരണത്തിൽ ബഹുസ്വരത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയണല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പേപ്പർ ഉദ്ധരിക്കുന്നത്. വിഭാ ചതുർവേദിയുടെ പേപ്പറിന്റെ ആദ്യ ഖണ്ഡികയിലെ 4 വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. പറയുന്ന കാര്യം ഇതാണ്: മതവൈവിധ്യം എന്നത് സമകാലിക ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരുടെയും ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ലോകത്ത് മിക്കവാറും എല്ലായിടത്തും നമ്മൾ ജീവിക്കുന്നത് മതവൈവിധ്യം നിലനിൽക്കുന്ന സമൂഹങ്ങളിലാണ്. ഈ വൈവിധ്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ തത്വശാസ്ത്ര നിലപാടുകൾ സാധ്യമാണ്. അതിലൊരു നിലപാടാണ് മതപരമായ ബഹുസ്വരത, which claims that all religions are equally valid. എല്ലാ മതങ്ങളും ഒരുപോലെ സാധുവാണ്, പ്രാമാണികമാണ് എന്നതാണ് ഈ നിലപാട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത് ക്ലെയിം ദാറ്റ് ഓൾ റിലീജിയൻസ് ആർ ഈക്വലി വാലിഡ് എന്ന വാചകം കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയും ആദ്യം ഓർക്കുന്ന പേരാരുടെ? അത് നിസ്സംശയമായി നാരായണ ഗുരുവിന്റെ ഓൾ റിലീജിയൻസ് ആർ ഈക്വലി വാലിഡ്. ആരാ പറഞ്ഞത്? 4ാം ക്ലാസ്സിലെ കുട്ടിയടക്കം എന്റെ കാലത്തെങ്കിലും കൃത്യമായിട്ട് പറയും അത് നാരായണ ഗുരു പറഞ്ഞ വാചകമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു മലയാളി അല്ലാതിരിക്കണം. അപ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെ സാധുവാണ് എന്ന് പറഞ്ഞ തത്വശാസ്ത്ര നിലപാടിനാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. അത് തന്നെയാണ് നാരായണ പറഞ്ഞത്. അപ്പോൾ ഏതൊരു മലയാളിയെ സംബന്ധിച്ചു നിസ്സംശയമായും നാരായണ ഒരു ബഹുസ്വരതയുടെ പ്രവാചകൻ തന്നെയാണ് തീർച്ചയായിട്ടും പറയും. ഒരു തർക്കമില്ല കാര്യത്തിൽ. CV കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുവുമായി നടന്ന അഭിമുഖ സംഭാഷണത്തിലെ കുറച്ച് ദീർഘമായ ഭാഗമാണ് ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുറേ റീഡിങ്ങുകൾ ഇവിടെ നമ്മൾ കടന്നു പോവാണ്. ഈ സംഭാഷണം ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ CV കുഞ്ഞിരാമൻ രേഖപ്പെടുത്തി. ഗുരുവിനെ പുസ്തകം ഇതാണ് കേട്ടോ, CV കുഞ്ഞിരാമൻ രേഖപ്പെടുത്തി ഗുരുവിനെ വായിച്ചു കേൾപ്പിച്ച് അദ്ദേഹം പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകിയ ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഒരു ആധികാരിക രേഖയാണിത്. ഇത് ഞാൻ വായിക്കാം. സ്വാമി നാരായണ ഗുരു അദ്ദേഹം ചോദിക്കുകയാണ്: എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലെന്നും ഉണ്ടോ? ജീവാത്മാക്കൾക്ക് ഊർധ്വമുഖത്വം ഉണ്ടാക്കാനുള്ള അധികാരമേ തങ്ങൾക്കുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ സൂക്ഷ്മം അവ താനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളൂ. സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ. സൂക്ഷ്മം അറിഞ്ഞവനും മതം പ്രമാണമല്ല, മതത്തിന് അവർ പ്രമാണമാണ്. ബുദ്ധമതം പഠിച്ചിട്ടാണോ ബുദ്ധൻ നിർവ്വാണ മാർഗം ഉപദേശിച്ചത്? ബുദ്ധൻ നിർവ്വാണ മാർഗം ആരാഞ്ഞറിഞ്ഞ് ആ മാർഗം ഉപദേശിച്ചു. അത് പിന്നീട് ബുദ്ധമതമായി. ബുദ്ധന് ബുദ്ധമതം കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് നാരായണ ചോദിക്കാം. അപ്പോൾ CV കുഞ്ഞിരാമൻ മറുപടി പറയുന്നു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ പറയാണ്, ക്രിസ്തുമതം കൊണ്ട് ക്രിസ്തുവിനും പ്രയോജനമില്ല. അതുപോലെ മറ്റു മതങ്ങളെക്കുറിച്ചും പറയാവുന്നതാണ്. എന്നാൽ ബുദ്ധമതം കൊണ്ട് ബുദ്ധമതക്കാർക്കും ക്രിസ്തുമതം കൊണ്ട് ക്രിസ്തുമതക്കാർക്കും പ്രയോജനമുണ്ട്. അതുപോലെ എല്ലാ മതങ്ങളും അതാത് മതാനുയായികൾക്ക് പ്രയോജനമുള്ളവ തന്നെ. അപ്പൊ ചോദിക്കുകയാണ്, ഹിന്ദുക്കൾ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത്. നാരായണ ഗുരു ഒരു ഹിന്ദു സന്യാസിയാണെന്നാണ് ഈ പറയുന്നത്. അപ്പൊ സ്വാമി ചോദിക്കുക, അവർ പിന്നെ എങ്ങനെ പറയുന്നു? അവർ ഹിന്ദുക്കൾ ഇങ്ങനെയല്ലല്ലോ പറയുന്നത്, അവർ പിന്നെ എങ്ങനെ പറയുന്നു? അദ്ദേഹം ഒരിക്കലും ഹിന്ദു ആയിട്ടാണ് ആകുന്നത്. അവർ അത് അദ്ദേഹം ഹിന്ദു ഒന്നുമല്ല. അവർ പിന്നെ എങ്ങനെ പറയുന്നു? അവർ വേദം പ്രമാണമാക്കി പറയുന്നു. വേദം അപൗരുഷേയമാണ്, അത് ബ്രഹ്മമുഖത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതിനാൽ വേദത്തിന് മീതെ ഒരു പ്രമാണ പുരുഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ നാരായണ ഗുരു പറയാം, ക്രിസ്ത്യാനികൾ അവരുടെ 10 കൽപ്പനയെക്കുറിച്ച് പറയുന്നു, അതും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണെന്നല്ലേ? അങ്ങനെ തന്നെയാണ്. സ്വാമി പറയണം, യഹോവയ്ക്ക് എബ്രായ ഭാഷയും ബ്രഹ്മാവിന് പ്രാചീന സംസ്കൃത ഭാഷയുമേ നിശ്ചയമുണ്ടായിരുന്നുള്ളൂ. വേദം അപൗരുഷേയമെന്ന് പറയുന്നതിന് വേദമന്ത്രങ്ങളുടെ എല്ലാറ്റിൻ്റെയും കർത്താക്കന്മാർ ആരെന്ന് നമുക്ക് നിശ്ചയമില്ല എന്നേ അർത്ഥമാക്കേണ്ടു.
വേദപ്രതിപാദിതങ്ങളായ തത്വങ്ങൾ അപൗരുഷങ്ങളാണ് എന്നും അർത്ഥമാക്കാം. വേദത്തിന്റെ പ്രാമാണ്യത്തെ ബുദ്ധമുനി നിഷേധിച്ചിട്ടുണ്ട്. സി വി കുഞ്ഞിരാമൻ പറയാണ്, മുണ്ടകോപനിഷത്തും വേദം അപ്രധാന ശാസ്ത്രമാണെന്ന് പറയുന്നു. ഒന്നിനെയും ഇതുമാത്രം ശരി എന്ന് പ്രമാണമാക്കേണ്ട, എല്ലാറ്റിനെയും ശരി ഏതെന്നുള്ള അന്വേഷണത്തിന് ഉപകരണമാക്കാം. അന്വേഷണ ബുദ്ധിയും ജ്ഞാനതൃഷ്ണയും ഉള്ളവരെ സംബന്ധിച്ച് മാത്രമേ ഈ ഉപദേശം സാധുവാകുകയുള്ളൂ. സാമാന്യ ജനങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിന് ആധാരമായ ഗ്രന്ഥം പ്രമാണമായി തന്നെ ഇരിക്കണം. അങ്ങനെ പ്രമാണമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ ധർമ്മവിരുദ്ധമായ ഉപദേശങ്ങളുണ്ടെങ്കിൽ സാമാന്യ ജനങ്ങൾ അതും വിശ്വസിക്കാനായിട്ട് വരുമല്ലോ. നാരായണഗുരു പറയണം, അങ്ങനെ വരാതിരിക്കാൻ മതഗുരുക്കന്മാർ സൂക്ഷിക്കേണ്ടതാണ്. ദയാനന്ദ സരസ്വതി വേദം പ്രമാണമാക്കുന്നുണ്ടെങ്കിലും വേദത്തിൽ അസംബന്ധമായുള്ള ഭാഗം കൃത്രിമമാണെന്ന് തള്ളിക്കളയുന്നില്ലേ? അങ്ങനെയാണ് എല്ലാ മതകാരന്മാരും ചെയ്യേണ്ടത്. ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളും പഠിക്കണം എന്നാണ് തൃപ്പാദങ്ങളുടെ ഉപദേശസാരം എന്ന് ഞാൻ മനസ്സിലാക്കട്ടെയോ? അത് ശരിയായിരിക്കുമോ? നാരായണഗുരു പറഞ്ഞാണ്, നമ്മുടെ ഉപദേശസാരം അത് തന്നെയാണ്. ആലുവ വെച്ച് കൂടിയ സർവ്വമത സമ്മേളന അവസരത്തിൽ നാം അത് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. രാജ്യങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലുമുള്ള ശണ്ഠ ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കുമ്പോൾ അവസാനിക്കും. മതങ്ങൾ തമ്മിൽ പൊരുതാൽ ഒടുങ്ങാത്തത് കൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ മതപ്പോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവക്ക് തമ്മിൽ സാരമായ വ്യത്യാസമില്ല എന്ന് വെളിപ്പെടുന്നതാണ്. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉപദേശിക്കുന്ന ഏക മതം. അപ്പോൾ എന്താണ് ബഹുസ്വരത അല്ലെങ്കിൽ പ്ലൂറലിസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റിലീജിയസ് പ്ലൂറലിസം ഈസ് എ അപ്രോച്ച് വിച്ച് ക്ലെയിംസ് ദാറ്റ് ഓൾ റിലിജൻസ് ആർ ഈക്വലി വാലിഡ്. വിഭാ ചതുർവേദിയുടെ ആ ലേഖനത്തിൽ നിന്ന് ഒരു വാചകം കൂടി ഞാൻ പറയാം. ആരാണൊരു പ്ലൂറലിസ്റ്റ് അഥവാ ബഹുസ്വരതാവാദി? ഒന്നിലധികം മതപാരമ്പര്യങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒരേപോലെ സത്യമാണ്, അല്ലെങ്കിൽ സത്യത്തിനടുത്താണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളാണ് ഒരു ബഹുസ്വരതാവാദി. അപ്പൊ നാരായണഗുരുവും സി വി കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിന്റെ ഭാഗം നമ്മൾ വായിച്ചു. കൃത്യമായും ബഹുസ്വരതയുടെ പ്രവാചകനാണ് നാരായണഗുരു, ഒരു തർക്കമില്ല കാര്യത്തിൽ. അപ്പോ ഇവിടെ ഈ ഹാളിൽ ബാലേന്ദ്രൻ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതേ ഹാളിൽ ഇന്ന് കൂടിയിരിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് അതേ ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയൂ, നാരായണഗുരു ബഹുസ്വരത പ്രവാചകനാണോ അതോ ഏകസത്യയുടെ പ്രവാചകനാണോ എന്ന്. ഈ മൂന്നാമത്തെ ഭാഗം, നാരായണഗുരു വൈദിക ദർശനത്തിന്റെ വിതരണക്കാരനാണോ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് അടിസ്ഥാനത്തിലാണ് നാരായണഗുരു ബഹുസ്വരതയുടെ പ്രവാചകനല്ല, മറിച്ച് വൈദിക ദർശനത്തിന്റെ വലിയൊരു മൂർത്തിയാണ് ഇന്ന് ബാലേന്ദ്രനെ ബാധിക്കുന്നത്? നമ്മൾ നേരത്തെ ഭാഗ്യമായിട്ട് ഉദ്ധരിച്ച പ്രസംഗഭാഗം ഇവിടെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഞാൻ ഉദ്ധരിക്കാം. പ്രസക്തമായ പ്രസംഗഭാഗം ഉദ്ധരിച്ച ശേഷം എൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വിചാരിക്കണം, കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ദീർഘമായ പ്രസംഗഭാഗമാണ് ഞാൻ വായിക്കാം. ഇതൊക്കെ ഞാൻ കേട്ടിട്ട് എഴുതി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി തട്ടും. വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തെങ്കിലും വിദ്യകൾ കണ്ടുപിടിക്കണം ആരോട് ചോദിച്ചിട്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഈയിടെ എന്നെ ഒരു സെമിനാറിന് ക്ഷണിച്ചു ഒരു കോളേജിൽ. വിഷയം നാരായണ ഗുരുവിന്റെ കവിതകളിലെ ബഹുസ്വരതയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫുൾ കോണ്ടെക്സ്റ്റ് വായിക്കുകയാണ്. ഒന്നായ മഹമ്മദിയിൽ നിന്ന് 1000 ത്രിപുടി എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, അറിവ്, അറിയുന്ന വസ്തു അല്ലെങ്കിൽ വിഷയം, ഇത് മൂന്നും ചേർന്നതാണ് ത്രിപുടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ത്രിപുടിയാണ്. അത് ഒന്നായ മഹമ്മദിയിൽ, ഏകമായ മഹാബോധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായിൽ നേര് ഇത് കിനാവ് ഉണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവ നാമശേഷം. പേരായിരം എന്ന് പറഞ്ഞാൽ അനേകം, അനന്തം എന്നൊക്കെയാണ് അർത്ഥം. പ്രതിഭ എന്നാൽ പ്രതിഭാസിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം, രൂപം എന്നാണ് അർത്ഥം. അപ്പോൾ അനേകമായ നാമരൂപങ്ങളാണ് ഈ പ്രപഞ്ചമെന്ന് ഒരായിൽ നേരത്. കാരണം എന്തെന്ന് ചിന്തിക്കുകയും കാരണമെന്തെന്ന് അറിയുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം ഈ അനേകമായി നമുക്ക് തോന്നുന്ന നാമരൂപങ്ങളടങ്ങിയ ഈ പ്രപഞ്ചം വിഭിന്നവും വ്യത്യസ്തവുമാണ്. പക്ഷേ അത് കിനാവ് പോലെ ഉണ്മയില്ലാത്ത, ആധാരമില്ലാത്ത ഒരു ധാരണയാണ്. സ്വപ്നത്തിൽ നിന്നുണരുമ്പോൾ ആ സ്വപ്നം മാഞ്ഞുപോകുന്നത് പോലെ ഈ ഭേദബുദ്ധി മാഞ്ഞുപോവുകയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളുടെയും അന്തസ്സത്ത ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും എന്നതാണ് അദ്വൈത ദീപികയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ നാരായണ ഗുരു പറയുന്നത്. പ്രപഞ്ചത്തിന് നിർവചനം: പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഒരായിക്ക് നേര് അത് കിനാവുണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവ നാമശേഷം. മറ്റൊരിടത്ത് നാരായണ ഗുരു പ്രപഞ്ചത്തെ നിർവഹിച്ചിട്ടുണ്ട്. മേലായ മൂലമതിൽ ആലാവൃതം ജനനി നീലാസ്യമാടി വിടുമി കീലാലവായു അനല കോലാഹല എന്ന്. അത് മാത്രമല്ല, കാലാദിയായ മൃദു നൂലാല നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും അതിനാൽ ആരും ഉള്ളതറിവീല ആഗമാന്ത നിലയെ. വേദത്തിന്റെ അകത്താണ് ആ രഹസ്യം കുടികൊള്ളുന്നത് എന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്രന്റെ വാക്കുകൾ കേട്ടോ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ, അതിൻ്റെ വൈവിധ്യത്തെ,
പഞ്ചഭൂതങ്ങളുടെ കോലാഹലം മാത്രമാണെന്നും അത് കാലം സ്ഥലമെന്ന ഊടും പാവും ചേർത്ത്, മൃദു എന്നാൽ അസ്ഥിരം എന്ന അർത്ഥത്തിലാണ്, കാലാദിയായ മൃദുനൂലാല നെയ്യും ഒരു ലീലാപടം എന്നാണ് ഈ പ്രപഞ്ചത്തെ വ്യവഹരിച്ചിട്ടുള്ളത്. മാത്രമോ ഈ വേദത്തിന്റെ സത്ത സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടിയാണ് നാരായണ ഗുരു ദൈവദശകം എന്ന സ്തോത്രം എഴുതുന്നത്. ഇത് ശിവഗിരിയിൽ പറയക്കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നാരായണ ഗുരു എഴുതുന്നതാണ്. അങ്ങനെ ഇത് രചിക്കുകയും പറയക്കുട്ടികളെ ദൈവദശകം പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് കുമാരനാശാൻ സ്ഥലത്തില്ല. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ പറയക്കുട്ടികൾ ദൈവദശകം ചൊല്ലുന്നത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ കുമാരനാശാൻ ചോദിച്ചു അത്രേ, ഈ വേദസൂക്തം ഗുരു എന്ന് എഴുതിയെന്ന്. എങ്ങനെയാണ് ഇത് വേദസൂക്തമാണ് എന്ന് കുമാരനാശാൻ തിരിച്ചറിഞ്ഞത്? കാരണം വേദത്തിലെ ദർശനമാണ് ഈ ദൈവദശകത്തിൽ ഗുരു വളരെ ലളിതമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് വേദത്തിലെ ദർശനം? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതായത് സൃഷ്ടി എന്ന പ്രക്രിയ, സ്രഷ്ടാവ്, സൃഷ്ടിക്കാവശ്യമായ സാമഗ്രികൾ, ക്രിയേറ്റീവ് പ്രോസസ്, ക്രിയേറ്റർ, മെറ്റീരിയൽ ഫോർ ക്രിയേഷൻ, ഇത് നാലും ഭിന്നങ്ങളല്ല, അഭിന്നമാണ്, ഒന്ന് തന്നെയാണ്. സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ അദ്വൈതമാണ് എന്ന ദർശനമാണ് വേദത്തിന്റെ ദർശനം. യൂറോപ്പിലായാലും ഇവിടെ ആയാലും, ഇതൊക്കെ ഞാൻ പ്രസംഗത്തിലെ വാചകങ്ങളാണ് കേട്ടോ. യൂറോപ്പിലായാലും ഇവിടെ ആയാലും നവോത്ഥാനം ജ്ഞാനത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ്. എങ്ങനെയാണോ യൂറോപ്പിലെ നവോത്ഥാന കാലത്ത് അവിടുത്തെ പരമമായ അറിവുകളുടെ ആകത്തുക, അറിവിന്റെ ആ സ്റ്റാറ്റിക് ആയിട്ടുള്ള അറിവിനെ കുറിച്ചുള്ള തന്നെ അവിടെ ഉണ്ടാവുന്നത്, പരമമായ അറിവുകളുടെ ആകത്തുക സംഭരിച്ചു വെച്ചിരുന്ന ഗ്രീക്ക്, ലാറ്റിൻ കൃതികൾ യൂറോപ്പിലെ ഇംഗ്ലീഷ് അടക്കമുള്ള സാധാരണ ഭാഷകളിലേക്ക് ആ കാലത്ത് തർജ്ജമ ചെയ്യപ്പെട്ടത്, ബൈബിൾ അടക്കമുള്ള കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടത് സാധാരണ ഭാഷകളിലേക്ക്, ജനങ്ങളുടെ ഭാഷകളിലേക്ക്. അതുപോലെ തന്നെ അതേ കാലത്ത് ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലും ഇതുപോലെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയുണ്ടായി. അത് നവോത്ഥാനത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുവരെ ഒരു ചെറിയ വിഭാഗം കൈവശപ്പെടുത്തിയിരുന്ന അറിവ്, എല്ലാ തരത്തിലുമുള്ള അറിവ്, തത്വചിന്താപരവും ശാസ്ത്രീയവും ഒക്കെയായ അറിവുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ഭാവിയിൽ രൂപം കൊള്ളാനിരിക്കുന്ന, ഇന്നും ഒരുപക്ഷെ രൂപപ്പെട്ടിട്ടില്ലാത്ത ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിത്തറയായ അറിവിന്റെ ജനാധിപത്യവൽക്കരണം ആരംഭിക്കുകയാണ്. 15-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ കേരളത്തിൽ ചെറുശ്ശേരിയും എഴുത്തച്ഛനും രാമചരിതകാരനും മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് ചെയ്തത് സംസ്കൃത ഭാഷയിലുണ്ടായിരുന്ന ഇതിഹാസം, ദർശനം, ഇതൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമയിലൂടെയും പുനഃസൃഷ്ടിയിലൂടെയും ജനങ്ങൾക്ക് പ്രാപ്യമാക്കി എന്നുള്ളതാണ്. അതുപോലെ ജനങ്ങളുടെ ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ വൈദിക ജ്ഞാനം എത്തിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം വേദദർശനമായ ഈ കാര്യം, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, ഇത് സത്താശാസ്ത്രമാണ്, അദ്വൈത വേദാന്തത്തിന്റെ ഒണ്ടോളജിയാണ്. അതിന്റെ എപ്പിസ്റ്റമോളജിയും അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണുമ്പോഴൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അത് അദ്വൈത വേദാന്തത്തിന്റെ എപ്പിസ്റ്റമോളജിയാണ്, ജ്ഞാനസിദ്ധാന്തമാണ്. ജ്ഞാനസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അറിവ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് വിശദീകരിക്കുന്ന ശാസ്ത്രമാണ് ജ്ഞാനസിദ്ധാന്തം. ഇപ്പോൾ ഇങ്ങനെ ഏകം സത് എന്ന് വേദം ഘോഷിച്ച ആ ദർശനത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ പകർത്തുകയും തൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഏകത്വ ദർശനത്തിന്റെ വലിയൊരു മൂർത്തിയാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിന്റെ രചനകളിൽ നിറയെ ബഹുസ്വരതയാണ് എന്നും പറഞ്ഞാണ് ചില മലയാളം ഡിപ്പാർട്ട്മെന്റുകാർ സെമിനാർ നടത്തുന്നത്. രണ്ടാമത്തെ പ്രസംഗം, ഇവിടെ നടത്തിയ പ്രസംഗത്തിലും ഇതേപോലെ തന്നെ ഇതേ കാര്യങ്ങളൊക്കെ നേരെക്കുറെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊരു വാചകം പ്രത്യേകം ഞാൻ ഉദ്ധരിക്കാം. സ്വർഗത്തിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന്, ഈ ഹാളിൽ പറഞ്ഞ വാചകങ്ങളാണ്, സ്വർഗത്തിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്ത പ്രൊമറ്റ്യൂസിനെ പോലെ വൈദിക ജ്ഞാനം അദ്ദേഹം ഈ ഏറ്റവും താഴെ തട്ടിലിരുന്ന മനുഷ്യരിലേക്ക് എത്തിച്ചു എന്നാണ് നാരായണനെ കുറിച്ച് പറയുന്നത്. ഈ പ്രസംഗഭാഗത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ ചർച്ചയ്ക്ക് മുമ്പ് ഒരു പൊതു നിരീക്ഷണം ഞാൻ പറഞ്ഞോട്ടെ. നാരായണ ഗുരു ഈ വൈദിക ഋഷിമാരുടെയും ആദിശങ്കരന്റെയും പാരമ്പര്യം കൃത്യമായി പിന്തുടരുന്ന ഒരു മൂർത്തിയാണ്, സന്യാസിയാണ്. അദ്ദേഹത്തിൽ മറ്റു യാതൊരു സ്വാധീനവുമില്ല, ബഹുസ്വരത അദ്ദേഹത്തിൽ ഇല്ല എന്നൊക്കെ ബാലചന്ദ്രൻ വളരെ ആവേശപൂർവ്വം വാദിച്ചുറപ്പിക്കുന്നത് നമുക്ക് 2 പ്രസംഗത്തിലും കാണാം. ഇതേപോലെ ഈ വാദം വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന വേറെ ചിലർ കേരളത്തിലുണ്ട്. അത് സംഘപരിവാറാണ്. ഇത് ജന്മഭൂമി എന്നുള്ള ഒരു ലേഖനമാണ്. ശ്രുതികാരനും സ്മൃതികാരനുമായ നാരായണ ഗുരു. അല്ലെ, വേറൊന്ന് എടുത്താലേ ശ്രീനാരായണ ധർമ്മം സനാതനം തന്നെ. ഇങ്ങനെ ഇദ്ദേഹം വേദ കവികളുടെയും വേദകാല ഋഷിമാരുടെയും ആദിശങ്കരന്റെയും പാരമ്പര്യത്തിൽ വരുന്ന
വൈദിക ജ്ഞാനത്തിന്റെ ഒരു മൂർത്തിയാണ്, അതിനപ്പുറത്ത് വേറൊരു സ്വാധീനവുമില്ല, ഇതൊരു ഹിന്ദു സന്യാസിയാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ഇവിടെ കേരളത്തിൽ സംഘപരിവാർ. ബാലചന്ദ്രൻ സംഘിയാണ് എന്നൊരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന വാദങ്ങൾ കൃത്യമായി സംഘപരിവാറുകാരുടെ വാദങ്ങളാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ തത്വശാസ്ത്രവും സംസ്കൃതവും പഠിക്കാനായി അദ്ദേഹം സമീപിച്ച അധ്യാപകർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആ അധ്യാപകരുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ ഹിന്ദുത്വ ആശയങ്ങൾ, ബ്രാഹ്മണിസ്റ്റ് ആശയങ്ങൾ, സംഘപരിവാർ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം ബാലേന്ദ്രനെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആരാണെന്ന് അറിയാൻ നമുക്കൊരു മാർഗമൊന്നുമില്ല. പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കൊരു ചെറിയ ഊഹമുള്ളത്, മുൻപൊരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന, പണ്ട് കോൺഗ്രസ്സുകാരനും ഇപ്പോൾ BJP-കാരനുമായ ഫിലോസഫി പ്രൊഫസറുണ്ട്. അദ്ദേഹം ആയിരിക്കാം ഒരു പ്രധാന ഗുരു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ. എൻ്റെ ഒരു ഊഹമാണ്. അദ്ദേഹം ബാലേന്ദ്രനുമായി ദീർഘകാല ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഈ തരം ഗുരുക്കന്മാരുടെ ശിഷ്യത്തിൽ നിന്ന് കവി ബാലേന്ദ്രൻ ഇനിയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ആശ. നമുക്കെന്തു ആശിക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഉദ്ധരിച്ച പ്രസംഗ ഭാഗത്തിലേക്കുള്ള ഒരു ജ്ഞാനോദയപക്ഷ നിരീക്ഷണത്തിലേക്ക് പോകും. ഈ പ്രസംഗ ഭാഗത്ത് ബാലേന്ദ്രൻ ചെയ്തത് എന്താണെന്ന് ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. അദ്വൈത ദീപിക, ജനനീ നവരത്ന മഞ്ജരി, ദൈവദശകം ഈ കൃതികളിലെ ഉദാഹരണങ്ങളും നിർത്തിക്കൊണ്ട് അദ്വൈത ദർശനമാണ് നാരായണ ഗുരുവിന്റെ ദർശനം എന്ന് അദ്ദേഹം വിവരിച്ചു. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്ന നവോത്ഥാനത്തിന് സമാനമായിട്ട് പുരാതന വിജ്ഞാനം അതിനെ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ് ഗുരു ചെയ്തത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഏറ്റവും ചുരുക്കി പറഞ്ഞ ഇതാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ആശാനെ വായിക്കുമ്പോൾ, നാരായണ ഗുരുവിനെ വായിക്കുമ്പോൾ, ആദിശങ്കരനെ വായിക്കുമ്പോൾ അത് ഇന്നിന്റെ വായനയായിരിക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ വേലുക്കുട്ടി ആര്യന്റെ ചെമ്മീൻ വിമർശത്തെ ഞാൻ സ്പർശിച്ചുകൊണ്ട് തുടങ്ങിയത്. ഈ വൈദിക ദർശനത്തിന്റെ വിതരണക്കാരനായിട്ട് നാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തുക എന്നത് ഒരു രാഷ്ട്രീയ സാംസ്കാരിക പാതകമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അറിഞ്ഞുകൊണ്ട് ആ പണി ചെയ്യുന്നവരാണ് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ. അറിയാതെ എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാതെ അതേ പണിയാണ് ബാലേന്ദ്രൻ ചെയ്യുന്നത്. ശങ്കരൻ പറഞ്ഞതാണെങ്കിലും, നാരായണ ഗുരു പറഞ്ഞതാണെങ്കിലും, ആശാൻ പറഞ്ഞതാണെങ്കിലും, അദ്വൈതത്തെക്കുറിച്ച് ഇന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത്, എൻ്റെ കാഴ്ചപ്പാടിൽ, ഈ അദ്വൈതം എന്നത് കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പറയാൻ പാടില്ല. ആദ്യം പറയണം, ഇത് കാലഹരണപ്പെട്ട സിദ്ധാന്തമാണ്. അപ്പൊ അതൊന്നും നമ്മൾ കാണുന്നില്ല. ഈ പ്രസംഗങ്ങളിൽ എന്താണ് അദ്വൈത സിദ്ധാന്തം എന്ന് അദ്ദേഹം വിശദമായിട്ട് ബാലേന്ദ്രൻ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏകദേശ രൂപം ഞാൻ ചുരുക്കത്തിൽ നോട്ട് എഴുതി വെച്ച് വായിക്കാം. അത് അതേപടി ഞാൻ പകർത്തിയിട്ടില്ല, അതിൻ്റെ ഒരു ചുരുക്കം മാത്രം പറയാം. പറഞ്ഞതാണ്, ആശാൻ, ഗുരു, ശങ്കരൻ, വേദകവികൾ ഇവരൊക്കെ അനുഭവത്തിന് മുൻപ് അറിവുണ്ട് എന്ന് വാദിച്ചവരായിരുന്നു. ചിദേവ ന അന്യദാഭാതി എന്നാണ് പറയുന്നത് ദർശനമാലയിൽ നാരായണ ഗുരു പറയുന്നത്. ചിദ് എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ ബോധം. ഇത് മാത്രമേ ഉള്ളൂ. അറിവ് മാത്രമേ ഉള്ളൂ, ബോധം മാത്രമേ ഉള്ളൂ. ഈ വെളിപ്പെട്ട് കാണുന്നതെല്ലാം ഒരേ ബോധത്തിന്റെ രൂപങ്ങളാണ്. ഉദാഹരണം, നാരായണ ഗുരു പറഞ്ഞ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു കെട്ടിടം ഇടിച്ചു തകർത്താൽ എന്താ വിശേഷിക്കും? ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് വളരെ ചെറുതാവും. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക്, കണ്ണ്, മൂക്ക്, ചെവി, വായ, രുചി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാവാത്ത അത്രയും സൂക്ഷ്മമാവും, അഖണ്ഡമാവും. അതൊരു ബോധം മാത്രമായി മാറും. ഒരു കെട്ടിടം ഇടിച്ചു പൊളിച്ചാൽ, നേരത്തെ സെബാസ്റ്റ്യന്റെ പ്രസംഗം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ, ക്വാണ്ടമാണ് പറയുന്നത്, ഇത് മുഴുവൻ ഒരു ബോധമായി മാറും എന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് സർവചരാചരങ്ങളുടെയും യഥാർത്ഥ സ്വരൂപം. ചിദേവ ന അന്യദാഭാതി. ഈ ബോധം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പിന്നെ വെറും പ്രതീതിയാണ്. യഥാർത്ഥത്തിലുള്ളത് ബോധം മാത്രമാണ്. സ്വർണം കൊണ്ട് പല രൂപത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ ഈ ബോധത്തിൽ, ഇത് എല്ലാ വേദാന്തികളും പറയുന്ന രൂപമാണ്, ഈ ബോധത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഏകം സത് എന്നാണ് വൈദിക ദർശനം. സർവം സച്ചിദാനന്ദം എന്ന് ദർശനമാലയിൽ ഗുരു പറയുന്നു. സത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സത്ത, ചിത്ത് അതിനെക്കുറിച്ചുള്ള ബോധം. ഇവ രണ്ടും അനുഭവിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതിയാണ് ആനന്ദം. ഇത് മൂന്നും ഒന്നു തന്നെയാണ്.
ഇത് എല്ലാവിധ ഭൗതികവാദ ചിന്തകൾക്കും ഘടകവിരുദ്ധമായ ഒന്നാണ്. ഇത് ബാലേന്ദ്രന്റെ വാചകമാണ്. ഇത് എല്ലാവിധ ഭൗതികവാദ ചിന്തകൾക്കും ഘടകവിരുദ്ധമായ ഒന്നാണ്. ഇതാണ് ബാലേന്ദ്രൻ വിശദീകരിച്ച കാര്യം. ഈ പറയുന്നതൊക്കെ കേവലം വന്യമായ ഭാവനകൾ മാത്രമാണെന്നാണ് പ്രശ്നം. തെളിവിന്റെ ഒരു തരിമ്പുമില്ലാത്ത ഭാവന മാത്രമാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ ഈ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് മസ്തിഷ്കം എന്ന എൻറ്റിറ്റിയെ, സത്തയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. മസ്തിഷ്ക നിരപേക്ഷമായ ബോധം അങ്ങനെയൊന്നും സാധ്യം. മസ്തിഷ്ക നിരപേക്ഷമായ ഒരു ബോധമില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാഴ്ചയുടെ ഉദാഹരണം പറയാൻ വിചാരിക്കാം. നമുക്ക് കാഴ്ചയുടെ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും മസ്തിഷ്കത്തിന്റെ പിൻഭാഗത്തുള്ള ഓക്സിപിറ്റൽ കോർട്ടക്സ്, വിഷ്വൽ കോർട്ടക്സ്, ആ ഭാഗത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളെ കാഴ്ച എന്ന് പറയുന്നത്. ഈ ഓക്സിപിറ്റൽ കോർട്ടക്സും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്റ്റിക് ട്രാക്ട്, നാഡീപാത, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണുകൾ എന്നുള്ള ബാഹ്യാവയവം, ഈ എൻറ്റിറ്റികളെ ഒക്കെയും ആശ്രയിച്ചിട്ടാണ് കാഴ്ച എന്നുള്ള പ്രതിഭാസം നിലനിൽക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് നമുക്കിത് പരീക്ഷിക്കാം. കണ്ണുകൾ കുറച്ച് ഒട്ടും വെളിച്ചം കടക്കാതെ ടൈറ്റായിട്ട് മൂടി കെട്ടിയിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ ആർക്കും വായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ഒറ്റയാൾക്ക് പോലും കഴിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് തട്ടിപ്പുകാർ ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. കുട്ടികളെ കണ്ണ് കെട്ടി വായിക്കാൻ പഠിപ്പിക്കാം എന്ന് പറയുന്ന ആൾക്കാർ മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴ്സ് നടത്തി. 2015 എൻ്റെ ഓർമ്മ. ഗംഭീരമായിട്ട് ലക്ഷക്കണക്കിന് പണം തട്ടി വരും. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിൽ ചാടി. ഒരു ഗ്രൂപ്പൊന്നുമല്ല, എല്ലാ ജില്ലകളിലും ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് തെളിയിക്കാൻ യുക്തിവാദികളാണ് പരസ്യമായി വെല്ലുവിളി നടത്തിയത്. അവരെ പൂട്ടിച്ചത് കേരളത്തിലെ യുക്തിവാദികളാണ്. ഈ വിനീതനായ ചരിത്രകാരനും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഈ എന്താ പറയാ, സന്യാസിമാര് അന്തരാവയവങ്ങൾ കഴുകി വേലത്തിട്ട് ഇങ്ങനെ ഉണക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഒക്കെ ഉള്ള TV ഷോയിലൊക്കെ ഇപ്പോഴും ഇതുപോലെ കണ്ണ് കെട്ടി വന്നിട്ട് ആൾക്കാർ വായിക്കുന്നതും വലിയ അത്ഭുതമാണെന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? മസ്തിഷ്കേതരമായ കാഴ്ച, മസ്തിഷ്ക നിരപേക്ഷമായ കാഴ്ച എന്നൊരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുന്നു. കാഴ്ച എന്ന് പറഞ്ഞ സാധനം ഈ കണ്ണും ഓപ്റ്റിക് ട്രാക്റ്റും മസ്തിഷ്കവും ഒന്നും ഇല്ലാതെ നടക്കുന്ന വേറൊരു പ്രതിഭാസമാണ് എന്ന് വിചാരിക്കുകയാണ്. മസ്തിഷ്ക നിരപേക്ഷമായ കാഴ്ച ഏതാണ്? അപ്പോ യഥാർത്ഥത്തില് ലോകത്ത് ഒരു മനുഷ്യനും കണ്ണിൽ ഒട്ടും വെളിച്ചം കിടക്കാത്ത നടയിൽ കൃത്യമായി കണ്ണ് മൂടിക്കെട്ടിയാൽ വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ദുലേഖ 18-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ അത് ശാസ്ത്രീയമായ ഒരു അവസ്ഥയാണ്. പിന്നെ ബോഷ്ക്ക് പറഞ്ഞിട്ട് എന്ത് ഫലം? ഇനി ആർക്കെങ്കിലും അങ്ങനെ ചെയ്ത് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വെല്ലുവിളി ഞാൻ നടത്തുന്നുണ്ട്. കണ്ണ് ഞങ്ങൾ കെട്ടിത്തരാം, വായിച്ച് കാണിച്ചാൽ 10 ലക്ഷം രൂപയും തരാം. നടപ്പില്ലാത്ത കാര്യമാണ്. ഏത് മഹാസിദ്ധനും സ്വാഗതമുണ്ട് ഇവിടെ. കണ്ണ് കെട്ടി വായിക്കൂ. ഇനി നിങ്ങൾക്ക് കാശിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, ഭൗതികവാദികളായ ഞങ്ങളുടെ അഹങ്കാരം ഒന്ന് അടക്കിക്കളയും. അങ്ങനെ ഉണ്ടല്ലോ. ഭൗതികവാദത്തിനെതിരാണ് ഇതൊക്കെ. നമ്മൾ അജ്ഞാനം മാറ്റിയിട്ട് സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇൻഫിനിറ്റ് കമ്പാഷൻ കൊണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇത് ഏറ്റെടുക്കുന്ന ഞാൻ പറയും. വായിക്കേണ്ട പേജിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശരശ്മികൾ കണ്ണിൽ തട്ടി റെറ്റിന ഓപ്റ്റിക് ട്രാക്ട് വഴി മസ്തിഷ്കത്തിലെ ഓക്സിപിറ്റൽ കോർട്ടക്സ് എത്താതെ ഏത് കൊടി കെട്ടിയ സിദ്ധനും വായിക്കാൻ പറ്റില്ല. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. മസ്തിഷ്ക നിരപേക്ഷമായ കാഴ്ച അല്ലെങ്കിൽ നേത്രനിരപേക്ഷമായ കാഴ്ച എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മസ്തിഷ്ക നിരപേക്ഷമായ ബോധം എന്ന് പറയുന്നത്. അതിനെ ഭാവന ചെയ്യാൻ പറ്റും. നേത്രനിരപേക്ഷമായ കാഴ്ച എന്നൊന്ന് ഭാവന ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ഒളിഞ്ഞു നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി ഇതിന്റെ ഇടയിൽ ഒളിഞ്ഞു നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒളിഞ്ഞു നോക്കി വായിക്കുന്നതിനെ കണ്ണ് കെട്ടി വായിക്കുകയാണെന്ന് കരുതിയിട്ട് ഈ TV ഷോകളിൽ സെലിബ്രിറ്റികളൊക്കെ തന്നെ ഇങ്ങനെ കൈയടിച്ച് ആർക്കുന്നത്. ഇത് അമിതാഭ് ബച്ചൻ ഇതുപോലെ ഒരു കണ്ണടിച്ച് ആർക്കുന്നതിന് കൈയടിക്കുന്നതാണ്. ഇങ്ങനെ ഭാവന ചെയ്യാനും അത് സത്യമാണെന്ന് വിശ്വസിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ മക്കളെ ഈ കണ്ണ് കെട്ടി വായന പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് വിട്ടത്. 10,000 കുട്ടികൾ പോയി, ലക്ഷക്കണക്കിന് രൂപ അവർ നഷ്ടപ്പെട്ടു. അതൊക്കെ ഈ കേരളത്തിൽ തന്നെ നടന്നതാണ്. വലിയ യുദ്ധമാണ് ദിവസത്തിൽ അന്ന് നടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു പുരാതന ഭാവനയുണ്ട്. ഏത്? മസ്തിഷ്ക നിരപേക്ഷമായ ബോധം എന്നൊരു പുരാതന ഭാവനയുണ്ട്. നമുക്ക് വളരെ ബഹുമാനവും സ്നേഹവുമുള്ള ബാലേന്ദ്രൻ, ശങ്കരൻ നാരായണ ഗുരു, ബാലചന്ദ്രൻ വരെയുള്ള ആൾക്കാരൊക്കെ ഇത് ആവർത്തിച്ച് വിശ്വസിക്കുന്നുണ്ട്, അവരെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നുള്ളത് കൊണ്ടൊന്നും ഇങ്ങനെ ഒരു കാര്യവും ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് നോളജ് ആവുന്നില്ല. അതിന് തെളിവ് വേണം. എന്ത് തെളിവാണ് അതിൽക്കുള്ളത്? ഒരൊറ്റ തെളിവേ ഉള്ളൂ.
അത് 6ാമത്തെ പ്രമാണം എന്ന് ബാലേന്ദ്രൻ പറയും. അതാണ് ആപ്തവാക്യം. ഞാൻ കൊട്ടിയ ബാലേന്ദ്രനെ കൊട്ടിയ പരിമിതിയില്ലാത്ത പ്രപഞ്ചത്തെ അറിയാൻ പരിമിതിയില്ലാത്ത ഉപകരണം വേണം. അതിന് ഋഷിമാർ ഒരു ഉപകരണം കണ്ടുപിടിച്ചു. അതാണ് ധ്യാനം. 21ാം നൂറ്റാണ്ടിൽ പ്രസംഗിക്കുന്ന കാര്യമാണ്. അതാണ് ധ്യാനം. ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടിയ അറിവിനെയാണ് 6ാമത്തെ പ്രമാണം എന്ന് പറയുന്നത്, ശബ്ദപ്രമാണം അല്ലെങ്കിൽ ആപ്തവാക്യം. മുഴുവൻ പ്രപഞ്ചത്തിനും കാരണമായ സത്ത എന്ത് എന്ന് അറിഞ്ഞ ഒരാൾ ആ അറിവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ രേഖയെയാണ് വേദമെന്ന് പറയുന്നത്. അത് ഏകസത്തയെക്കുറിച്ച്, പരിമിതിയില്ലാത്ത ജ്ഞാനത്തെക്കുറിച്ചാണ്. നാരായണ ഗുരു, കുമാരനാശാൻ ആശ്രയിക്കുന്നത് ഈ 6ാമത്തെ പ്രമാണത്തെയാണ്. ഏത്? ശബ്ദപ്രമാണം അല്ലെങ്കിൽ ആപ്തവാക്യം, വേദവാക്യം. കുറച്ച് വിട്ടിട്ട് ഞാൻ വേറൊരു ഭാഗം കൂടി വായിക്കാം. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് ശങ്കരന്റെ അദ്വൈതം തന്നെയാണ് നമ്മുടെ അദ്വൈതം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരേ ഒണ്ടോളജിയാണ്, ഒരേ മെറ്റാഫിസിക്സ് ആണ്. അത് വേദത്തിലേതാണ്, വൈദിക ഋഷികളുടേതാണിത്. ഏകം സത് എന്ന കണ്ടെത്തലാണത്, ദർശനമാണ്, കണ്ടതാണ്, ഉൾക്കണ്ണുകൊണ്ട് കണ്ടതാണ്, ധ്യാനത്തിൽ കണ്ടതാണ് എന്നാണ് പറയുന്നത്. ഈ സർവചരാചരങ്ങളും അവനവനും തമ്മിൽ വേർതിരിവില്ല എന്നുള്ളത് ഋഷിമാര് ധ്യാനത്തിൽ ദർശിച്ചിട്ടുണ്ട്. എനിക്കത് അത്ഭുതമൊന്നുമില്ല, അങ്ങനെ അവർ ദർശിച്ചിട്ടുണ്ട്. ഈ സെൽഫ്ലെസ് ആൻഡ് ലിമിറ്റ്ലെസ് റിയാലിറ്റി ഓഫ് അബ്സല്യൂട്ട് യൂണിറ്ററി ബീയിങ് അത് അവർ അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു തർക്കം എനിക്കില്ല. ഏകം സത്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് പ്രമാണം. പക്ഷെ ഇവിടെ വേറെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട് ആധുനിക മനുഷ്യർ വ്യാപകമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ജ്ഞാനശാസ്ത്ര എപ്പിസ്റ്റമോളജി മുദ്രാവാക്യമുണ്ട്. നള്ളിയസ് ഇൻ വെർബ. നള്ളിയസ് ഇൻ വെർബ, ടേക്ക് നോബഡീസ് വേർഡ് ഫോർ ഇറ്റ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എവ്രിതിങ്. അപ്പോ വേദരചയിതാക്കളും ഈ പിൽക്കാല ആത്മീയ ആചാര്യന്മാരും ഒക്കെ വിവരിക്കുന്ന ഇവിടെ ബാലൻ പറയുന്ന ഏകം സത് എന്ന അനുഭവം അത് അവർക്ക് ഉണ്ടായിട്ടുള്ളൊരു തർക്കമില്ല. ആ അനുഭവം അവർക്ക് എങ്ങനെ ഉണ്ടാവുന്നു? നമ്മുടെ മറ്റെല്ലാ അനുഭവങ്ങളും പോലെ തന്നെ ഇതും ഒരു മസ്തിഷ്ക പ്രതിഭാസമാണ്. ഈ അനുഭവത്തിന് പിറകിലെ മസ്തിഷ്ക ശാസ്ത്രം എന്താണെന്നുള്ളത് 2 പ്രസംഗങ്ങളിൽ വളരെ ദീർഘമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ബ്രഹ്മാനന്ദ രഹസ്യം, ധ്യാന രഹസ്യം എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവർ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലെ ഏതാനും സ്ലൈഡുകൾ ഞാൻ വെറുതെ പെട്ടെന്നൊന്ന് കാണിച്ചു പോവാം. വളരെയധികം അത് നമുക്കതിൽ ചിലവാക്കാൻ ഇപ്പോൾ സമയമില്ല. ഇത് ഒരു സ്പെക്ട് സ്കാനാണ്. എങ്ങനെയാണ് ഈ ധ്യാനാവസ്ഥയിൽ ഹിപ്പോ ക്യാമ്പസ് മസ്തിഷ്കത്തിന്റെ ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയയിലേക്കുള്ള സന്ദേശ പ്രവാഹത്തിന് തടസ്സമിടുന്നത്, പ്രവർത്തിക്കാൻ ആവശ്യമായ വിവരങ്ങൾ താൽക്കാലികമായി ഈ ഭാഗങ്ങൾക്കാണ് കിട്ടാതാവുന്നു. അപ്പോൾ പൂർണ്ണമായ സ്ഥലരാഹിത്യ അനുഭവം, അനന്തവിശാലത, സ്ഥലകാലങ്ങളില്ലാത്ത മഹാശൂന്യത എന്നൊക്കെ റൈറ്റ് ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയ വിവരരഹിതമാകുമ്പോൾ സംഭവിക്കുന്നു. അപ്പോഴാണ് ഇടത് ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയ ഡി അഫറന്റഡ് ആവുമ്പോൾ ഹ്രസ്വദീർഘ സ്ഥൂലാണ്, പ്രായം എന്നതുമില്ല, വസ്തുരൂപാലങ്കാര വർണ്ണവിഗ്രഹങ്ങളും എന്ന് പറയുന്ന അവസ്ഥയെത്തുന്നു. ശരീരത്തിന്റെ അതിരുകൾ അനിർവചനീയമാവുന്നു. അവനവനെ കുറിച്ചുള്ള മനോചിത്രം അതിരുകളില്ലാത്തതാകുന്നു. മസ്തിഷ്കത്തിലെ 2 സൈഡിലെയും ഈ ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയാസ്, അവനവനിടങ്ങൾ, ഇതൊക്കെ കുറേയും കൂടിയും കൃത്യമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. അത് രണ്ടും പൂർണ്ണമായിട്ട് ഡി അഫറന്റഡ് ആകുമ്പോൾ, വിവര പ്രവാഹരഹിതമാകുമ്പോഴുള്ള മനോനിലയാണ് ആത്മലയ അനുഭവമായിട്ട്, അമൃതത്വ പ്രാപ്തിയായിട്ടൊക്കെ വിവരിക്കപ്പെടുന്നത്. അവിടെയാണ് ഈ വ്യതിരിക്തങ്ങളായ വസ്തുക്കളോ ജീവികളോ ഇല്ല, സ്ഥലകാലങ്ങളില്ല, അവനവനും ശേഷപ്രപഞ്ചവുമായി ഒരു വേർതിരിവില്ല എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് അറിയുന്ന ഞാനില്ല, ചിന്തകളില്ല, വാക്കുകളില്ല, സംവേദനമില്ല, ഒരു ലയാനുഭവം മാത്രമാവുന്നു. അഹംബോധമില്ലാത്ത മനസ്സ് പരിശുദ്ധമായ അവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അതൊക്കെ നമുക്ക് ഈ മസ്തിഷ്ക ശാസ്ത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മസ്തിഷ്കത്തിന്റെ ഒരു ഫിനോമിനൻ മാത്രമാണ് എന്നുള്ളത്. ഇതേ ധ്യാനാനുഭവം ചില മാദകദ്രവ്യങ്ങൾ സേവിച്ചാലും ലഭിക്കും. ഇത് ഞാൻ അതിന് കുറച്ച് മുൻപ് വേദങ്ങളെ കുറിച്ചിട്ട് സോമയാഗം എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ലൈഡാണ്. ഇതൊക്കെ കേട്ടിട്ടില്ലാത്തവർ കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞാലാണ് എനിക്കിത് കൃത്യമായിട്ട് എന്താ പറയുന്നത് പക്ഷേ മനസ്സിലാവും. ആദ്യമായി കേൾക്കുന്നവരോട്, പ്രത്യേകിച്ച് യൂട്യൂബിലുള്ളവരോട് പറയാനുള്ളത്. എനിക്ക് ഈ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു 10 പൈസയും കിട്ടാനില്ല കേട്ടോ, അങ്ങനെ ധരിക്കണ്ട യൂട്യൂബ് കാണുന്നവർ. ഓക്കെ, അയാൾ അതിലൂടെ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രൊമോഷനല്ല, അറിയട്ടെ വെച്ചിട്ട് പറയുന്നത്. ഇതേ ധ്യാനാനുഭവം ചില മാദകദ്രവ്യങ്ങൾ സേവിച്ചാലും ലഭിക്കും. ഈ വേദങ്ങളിൽ സോമം എന്ന് പറയുന്ന മാദകദ്രവ്യത്തിനെ കുറിച്ചിട്ട് വാസൻ എന്ന് പറഞ്ഞൊരാളുടെ പേപ്പറാണ് ഞാൻ അവിടെ കൂട്ടി ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ സാധനം അന്വേഷിച്ചിട്ട് അത് ഈ ഒരു മാജിക് മഷ്റൂമാണ്.
അമാനിറ്റ മസ്കാരിയ എന്ന് പറഞ്ഞൊരു മാജിക് മഷ്റൂമാണ് യഥാർത്ഥത്തിൽ ഈ വേദത്തിലെ സോമം എന്ന് വ്യാസൻ കണ്ടെത്തുന്നുണ്ട്. ആ പേപ്പറൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ കിട്ടും. പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ ലേന കഴിക്കുന്നത്, മാജിക് മഷ്റൂം. ഇതുപോലെ മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള മാജിക് മഷ്റൂമാണ്. സമീപകാലത്ത് ലേന കഴിച്ചിട്ട് ഇതേ അനുഭവങ്ങളൊക്കെ ഹ്രസ്വദീർഘ സ്ഥൂലാണ്, പ്രായം എന്നതുമില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ മാദകദ്രവ്യങ്ങളുടെ ഉപഭോഗം വഴി വേദകാല കവികൾ മുതൽ സമകാലിക സിനിമാതാരം വരെ ഏകാത്മകാനുഭവം, യൂണിറ്ററി സ്റ്റേറ്റ്, സർവം സത്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന മാനസിക അനുഭവം നേരിടുന്നതിൽ യാതൊരു തർക്കമില്ല. സമാനമായിട്ടുള്ള അനുഭവം ധ്യാനം എന്ന മസ്തിഷ്കമർദ്ദന പരിപാടി. ഞാൻ എങ്ങനെ പറയാം, ധ്യാനം എന്നുള്ള ഒരു മസ്തിഷ്കമർദ്ദന വ്യായാമമാണ്. മസ്തിഷ്കമർദ്ദനത്തിലൂടെ, ധ്യാനം എന്ന് പറഞ്ഞ മസ്തിഷ്കമർദ്ദനമുണ്ട്, അനേകം പേര് അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിക്കുന്നുണ്ട്, യാതൊരു തർക്കമില്ല. പക്ഷെ ഇതെല്ലാം തന്നെ മസ്തിഷ്കജന്യമായ അനുഭവങ്ങളും അനുഭൂതികളും മാത്രമാണ്. അതല്ലാതെ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചിട്ട്, മനുഷ്യന്റെയും സർവചരാചരങ്ങളുടെയും ഘടന സംബന്ധിച്ചിട്ട് സത്യമായ എന്തെങ്കിലും അറിവ് അതുവഴി കിട്ടുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുക. ലെന എന്ന ഈ സിനിമാ നടി മാജിക് മഷ്റൂം കഴിച്ചു, അവർ പിന്നെ ധ്യാനം ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്രപഞ്ചത്തിനെയും മനുഷ്യനെയും കുറിച്ചിട്ടുള്ള പരമസത്യങ്ങളാണെന്ന് അവർക്ക് തോന്നിയ ഓരോ കാര്യങ്ങൾ അവർക്ക് തോന്നി. അത് അവർ പുസ്തകം എഴുതി വെച്ചു. അതുപോലെ തന്നെ മാദകദ്രവ്യ അനുഭവവും ധ്യാനാനുഭവവും ഒക്കെയുള്ള പുരാതന മനുഷ്യർ എഴുതി വെച്ചതാണ് വേദത്തിലും അനുബന്ധ സാഹിത്യത്തിലും ഒക്കെയുള്ള ഏകാത്മക അനുഭവ വിവരണങ്ങൾ. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സാഹിത്യ അക്കാദമി കെട്ടിടം ഇടിച്ചു പൊളിച്ച് കിട്ടുന്ന പൊടി ശുദ്ധ ബോധമാവും എന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മിതമായ ഭാഷയെ പറഞ്ഞാൽ അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രം പറയാം. ഒരു വലിയ വാക്കുകളൊക്കെ പറയാം, അടി വാങ്ങേണ്ടത്. അപ്പൊ ഈ പരിമിതിയില്ലാത്ത പ്രപഞ്ചത്തെ അറിയാനായി ഋഷിമാർ കണ്ടുപിടിച്ച പരിമിതിയില്ലാത്ത ഉപകരണമാണ് ധ്യാനം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. കഷ്ടമാണെന്നേ പറയാനുള്ളൂ, കഷ്ടമാണ്. ധ്യാനം എന്നത് മസ്തിഷ്കമർദ്ദനാനന്ദത്തിനുള്ള പല വഴികളിലൊന്നാണ്. അത് മാത്രമാണ്. അത് നിങ്ങൾക്ക് കഞ്ചാവ് കഴിച്ചാലും കിട്ടും, ഇതുപോലെ ഇപ്പൊ ഈ മാജിക് മഷ്റൂം കഴിച്ചാലും കിട്ടും. മാദക ദ്രവ്യങ്ങളാണെങ്കിലും അതുപോലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കയറുന്നതിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്സിജൻ ലഭ്യത കുറക്കുക, അതിലൂടെ ഈ മസ്തിഷ്ക മർദ്ദനം നടത്തിയിട്ട് നിങ്ങൾക്ക് സമാനമായ അനുഭവം ഉണ്ടാകാൻ പറ്റും. അതല്ലെങ്കിൽ വളരെ ദീർഘമായി ശ്വാസം വലിച്ചിട്ട് നമ്മുടെ മെയിൻ താടിക്കാരൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഭയങ്കര ശക്തി ശ്വാസം വലിച്ച് അതിന് പൈസയൊക്കെ മേടിച്ചിട്ട് കച്ചവടം നടത്താം. അപ്പൊ ഇതൊക്കെ ഈ മസ്തിഷ്ക മർദ്ദനാനന്ദത്തിന്റെ പല ഏർപ്പാടുകളിൽ, പ്രാണായാമം, മാദകദ്രവ്യങ്ങൾ, ഇങ്ങനെയുള്ള പല ഏർപ്പാടുകളിൽ ഒന്ന് മാത്രമാണ് ധ്യാനം. അപ്പോ അതുപോലെ തന്നെ ഈ വേദകാല ഋഷിമാര്, ആദിശങ്കരൻ, നാരായണ ഗുരു, ഇവരുടെ ഒക്കെ തത്വശാസ്ത്രം ഒന്നാണ് എന്നാണ് ബാലചന്ദ്രൻ പറയാം. അതിന്റെ ജ്ഞാനമാർഗത്തിൽ എപ്പിസ്റ്റമോളജിയിൽ സർവപ്രധാനമായിരിക്കുന്നത് ശബ്ദപ്രമാണമാണ്. ആരാണ് എഴുതി വെച്ചിരിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനം? അത് സ്വാനുഭൂതിയാണ്. സ്വാനുഭൂതി സമ്പന്നരായ ഋഷീശ്വരന്മാർ എന്നാണ് ചിദാനന്ദപുരിയൊക്കെ പറയാം. അവരുടെ ആ സ്വാനുഭൂതി സമ്പന്നതയാണ് ഇതിന്റെ അടിസ്ഥാനം. വേറെ അടിസ്ഥാനം ഇതിനില്ലാതെ. അവരുടെ സ്വാനുഭൂതി എവിടെ നിന്ന് വന്നു? അത് സോമം സേവിച്ചപ്പോൾ വന്നു, അല്ലെ ധ്യാനം ചെയ്തപ്പോൾ വന്നു. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അത് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം, വേറെ അടിസ്ഥാനം ഇതിനില്ല. അടിസ്ഥാനരഹിതം ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ അടിസ്ഥാനം ഇല്ല ശരിക്കും. അപ്പൊ ഈ ജ്ഞാനശാസ്ത്രം, ഈ എപ്പിസ്റ്റമോളജി ഉണ്ടല്ലോ, ഏത് ഈ ശബ്ദപ്രമാണം മുൻനിർത്തുന്ന എപ്പിസ്റ്റമോളജി, അത് എന്നോ കാലഹരണപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോ ഇപ്പൊ ജ്ഞാനശാസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസ്റ്റമോളജി സംബന്ധിച്ചിട്ട് ആധുനികമായിട്ടുള്ള സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നിലപാട് ഇതാണ്. മാർട്ടിൻ ബുദ്രി എന്ന് പറഞ്ഞുള്ള ഒരു ഫിലോസഫർ പറഞ്ഞതാണിത്. ഞാൻ ഫുൾ കോട്ടയോട് വെച്ചിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ ഏകദേശ തർജ്ജമ വായിക്കാം. സയൻസിന്റെ മേഖലകളിൽ ഉപയോഗിക്കുന്നവയല്ലാതെ അറിവിന് വേറെ വഴികളൊന്നുമില്ല. No other ways of knowing apart from those used by the sciences broadly construed. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ട് ഒരുപാട് തവണ ചീത്ത കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. No ways of knowing. സയൻസ് അല്ലാതെ അറിവിന് വേറെ വഴിയില്ല. There is no other way of knowing എന്നുള്ള ആ കാര്യം. അറിവിനുള്ള വഴി സയൻസ് മാത്രമാണ് എന്നുള്ള കാര്യം. No other ways of knowing apart from those used by the sciences broadly construed, including history and humanities എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് ചരിത്രവും മാനവിക വിഷയങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. സാധുവായിട്ടുള്ള എല്ലാ അറിവുകളും, ഇതിലിപ്പം ചരിത്രത്തിലായാലും മാനവിക വിഷയങ്ങളിലായാലും സയൻസിലായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ ഈ സാധുവായിട്ടുള്ള അറിവ് വഴികളൊക്കെ പരസ്പര ബന്ധിതമാണ്. അത് വിശദമായിട്ട് ഞാൻ വേറൊരു ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ട്, വേറൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അറിവിനുള്ള വഴി ശാസ്ത്രമോ എന്നാണ് അതിൻ്റെ തലക്കെട്ട് എൻ്റെ ഓർമ്മ.
ഏറെക്കുറെ ഒരേ നിഗമനങ്ങളും ഒരേ നിഗമന മാർഗങ്ങളും ഒരേ രീതികളുമാണ് ഈ ഓരോ വഴിയും ഉപയോഗിക്കുന്നത്. സയൻസിൻ്റെയും സമാനമായ അറിവ് മേഖലകളുടെയും അറിവ് രീതികളിൽ നിന്ന് തീർത്തും വേർപെട്ട് കിടക്കുന്ന ഒരു അറിവ് വഴിയുണ്ടെങ്കിൽ അത് വെറും ചവറാണ് എന്ന് നമുക്ക് ഉറപ്പായും കണക്കാക്കാം എന്നാണ് മാർട്ടിൻ ബുദ്ധി പറഞ്ഞിട്ടുള്ളത്. വി ക്യാൻ ബി കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് ഈസ് റബ്ബിഷ് എന്നാണ്. അത് വെറും ചവറാണ്. അത് ഉദാഹരണം പറഞ്ഞത് ഒരു വ്യക്തിയുടെ അന്തജ്ഞാനം, വെളിപാടുകൾ, കവിടി നിരത്തൽ എന്നൊക്കെ പറഞ്ഞു. ഈ സോക്കോൾഡ് ആത്മീയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെയും പ്രകൃതിയെയും മനുഷ്യ പ്രകൃതിയെയും കുറിച്ച് രൂപപ്പെടുത്തുന്ന അദ്വൈതം പോലെയുള്ള സിദ്ധാന്തങ്ങൾക്കും ബാധകമാണ്. വി ക്യാൻ ബി കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് ഈസ് റബ്ബിഷ്. ഇതാണ് ഞാൻ പറഞ്ഞത്. കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണെന്ന് പറയാതെ 21ാം നൂറ്റാണ്ടിൽ ആരും തന്നെ അദ്വൈതത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ എപ്പിസ്റ്റമോളജിയെക്കുറിച്ച് തൽക്കാലം ഇത്രയും മാത്രം പറയാം. 3 ഭാഗങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ ഭാഗം, ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണോ? ഇവിടെ ഞാൻ കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു കോട്ട്, അത്ര ദീർഘമല്ലാത്തൊരു കോട്ട്, പിന്നെ നേരത്തെ വായിച്ചിട്ടുള്ള തന്നെയാണ്, ബാലേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുവരെ ഒരു ചെറിയ വിഭാഗം കൈവശപ്പെടുത്തിയിരുന്ന അറിവ്, എല്ലാ തരത്തിലുമുള്ള അറിവ്, തത്വചിന്താപരവും ശാസ്ത്രീയവുമൊക്കെ അറിവുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ഭാവിയിൽ രൂപം കൊള്ളാനിരിക്കുന്ന, ഇന്നും ഒരുപക്ഷെ രൂപപ്പെട്ടിട്ടില്ലാത്ത ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിത്തറയായ അറിവിന്റെ ജനാധിപത്യവൽക്കരണം ആരംഭിക്കുകയാണ്. ജനങ്ങളുടെ ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ വൈദിക ജ്ഞാനം എത്തിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ വേദങ്ങളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുമൊക്കെയാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിത്തറ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഏത് ലോകത്താണ് ബാലേന്ദ്രൻ ജീവിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധ്യരായ ഗുരുനാഥന്മാർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വേദസ്തുതികളുടെ ഭാവന ലോകത്തിലാണ് ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. ആ നുണക്കഥകളുടെ ലഹരിയിൽ മയങ്ങി നടക്കുന്ന അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് ബാബാ സാഹിബ് ബി ആർ അംബേദ്കറിന്റെ ഒരു മേഘഗർജനം ഞാനിവിടെ ചേർക്കുന്നു. അതേ പറയാനുള്ളൂ, വേറെ നേരം പറയാനില്ല. You have got to apply the dynamic to the Vedas and the Shastras, which deny any part to reason, to the Vedas and Shastras, which deny any part to morality. യുക്തിചിന്തക്കോ ധാർമ്മികതക്കോ ഒരു സ്ഥാനവും കൽപ്പിക്കാത്തവയാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. അതേ അവിടെ പറയാനുള്ളൂ, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഈ വേദവിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ മഹത്തായ അറിവാണ് എന്നത് വലിയൊരു കളവാണ്, തർക്കൂല കാര്യം. കാലാകാലമായിട്ട് ഇന്ത്യയിലെ ഗുരുനാഥന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വലിയ ആൾക്കാരാണ്. ഇടതുപക്ഷത്ത് സുമാരഴിക്ക് എഴുതിയ പുസ്തകങ്ങൾ തത്വമസി, ഉപനിഷത്തെ കുറിച്ചിട്ടാ. വലിയ സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. അതന്നെ എടുത്ത് വിശദമായി പറയാനുണ്ട് എനിക്ക്. അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയും ആധുനികതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. ഹിന്ദുത്വ ശക്തികൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളിലൂടെ ഒരുപാട് രാമനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ തത്വമസി ഒരു കാര്യം ചെയ്താൽ മതി. തലമുറകൾക്ക് മേലെ ദ്രോഹമാണ് അദ്ദേഹം ചെയ്തു വെച്ചത് അവിടെ. ശരി, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ വലിയ കാര്യമാണ്. ഈ പിന്നെ വേദങ്ങൾ പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ 1835 മെക്കാളെ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ദേശദ്രോഹമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പറയാം, നാളെ പറയാൻ പറ്റില്ല. എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി ഈസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. വളരെ കൃത്യം, അത്രയൊക്കെ ഉള്ളൂ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പുരാതന സാഹിത്യമൊക്കെ കെട്ടി അട്ടത്തിടുക, ആധുനിക വിജ്ഞാനം സായൻസിക വിജ്ഞാനം നേടുക. എൻ്റെ സമുദായത്തിൽ 4 BA ഉണ്ടാവുക എന്നാണ് അയ്യങ്കാളി പറഞ്ഞത്. അല്ലാണ്ട് അവിടെ വേദവിജ്ഞാനം പകർത്താൻ വേണ്ടിയില്ല അദ്ദേഹം ശ്രമിച്ചത്. പിന്നെ 10 BA പറയാൻ തോന്നുന്നു. സയന്റിഫിക് ടെമ്പർ, സായൻസിക മനോവൃത്തി സമൂഹത്തിൽ വളർത്തിയെടുക്കുക, ഇതാവണം ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ ലക്ഷ്യം. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ എന്താണെന്ന് അറിയണമെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആധുനിക ലോകബോധം പുലർത്തുന്ന, വിമർശനാത്മകമായിട്ട് ഇതിനെ സമീപിക്കുന്ന അധ്യാപകരെ സമീപിക്കുക. ഒരാളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്ന് രാവിലെ പ്രസംഗിച്ച ഡോക്ടർ ശ്യാംകുമാറാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിൽ ബാലേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഈ പഴയ ഗുരുക്കന്മാരുടെ അടുത്തുള്ള പഠനമൊക്കെ നിർത്തിയിട്ട് ശ്യാംകുമാറിൻ്റെ അടുത്ത് പഠിക്കാൻ ചെല്ലണം എന്നാണ് എനിക്കൊരു അഭിപ്രായം. പറയാലോ, നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളെ ഉദ്ധരിച്ച ഭാഗത്ത് ദൈവദശകം എന്ന ഗുരുവിന്റെ കൃതിയെ കുറിച്ചിട്ട് ബാലേന്ദ്രൻ കുറച്ച് വിശദമായിട്ട്, നമ്മൾ ആ ഒരു വലിയ കോട്ടിന്റെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് പറഞ്ഞു പോവാണ്. ബാലേന്ദ്രൻ കുറച്ച് വിശദമായിട്ട് പരാമർശിക്കുന്നതാണ്. വേദത്തിലെ ദർശനമാണ് ഈ ദൈവദശകത്തിൽ ഗുരു വളരെ ലളിതമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ബാലേന്ദ്രൻ പറയുന്നു. അതങ്ങനെ ആയിക്കോട്ടെ, എനിക്കത് തർക്കമൊന്നുമില്ല. വേദകാലത്ത് എന്നുള്ളത് പോലെ തന്നെ ഈ 21ാം നൂറ്റാണ്ടിലും അല്ല 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും 21ാം നൂറ്റാണ്ട് പോലും വളരെയധികം ആളുകൾ വിശ്വസിച്ചു പോരുന്ന ഒരു യഥാർത്ഥ ഭാവന തന്നെയാണ് ദൈവം. അതിൽ തർക്കമില്ല. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ.
അപ്പോൾ ആ വിധത്തിൽ ദൈവത്തെ ആശ്രയമായിട്ട് കാണുന്ന ആൾക്കാരിനാണ് മെജോറിറ്റി ആൾക്കാർ, തർക്കമില്ല. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, അങ്ങനെ വളരെ ധീനരായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഇന്നും ഭൂമിയിൽ അധികമുള്ളത്. അതിലൊന്നും ഒരു തർക്കമില്ല. പലരും പറയുന്ന ഇതാണ്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് സത്താശാസ്ത്രമാണ്, അദ്വൈത വേദാന്തത്തിൽ ഒണ്ടോളജിയാണ്. അതായത് സൃഷ്ടി എന്ന പ്രക്രിയ, സൃഷ്ടാവ്, സൃഷ്ടിക്കാവശ്യമായ സാമഗ്രികൾ, ക്രിയേറ്റീവ് പ്രോസസ്, ക്രിയേറ്റർ, മെറ്റീരിയൽ ഫോർ ക്രിയേഷൻ. ഇത് നാലും ഭിന്നങ്ങളല്ല, അഭിന്നമാണ്, ഒന്ന് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞോട്ടെ. പലസ്തീനിലും ഉക്രൈനിലും അടക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുകയും കൈവിടാതെ കാത്തുകൊള്ളുകയും ചെയ്യുന്ന അതേ തമ്പുരാൻ തന്നെയാണ് ഈ ക്രിയേറ്റീവ് പ്രോസസ്, ക്രിയേറ്റർ, മെറ്റീരിയൽ ഓഫ് ക്രിയേഷൻ നാലും എന്നാണല്ലോ പറയുന്നത്. അതാണ് വൈദിക തത്വശാസ്ത്രത്തിന്റെ ഓണ്ടോളജി എന്നാണ് പറയുന്നത്. ആര്? അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ കാക്കുന്ന തമ്പുരാൻ. എല്ലാവർക്കും കൊടുക്കണല്ലോ, അത് ആലുവേന് മാത്രം കൊടുത്താൽ പോരല്ലോ, ഇത് ഉക്രൈനിലും പലസ്തീനിലും ഒക്കെ വേണ്ടേ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഈ തമ്പുരാനാണ് എന്ത്? ഈ നാലും, ക്രിയേറ്റീവ് പ്രോസസ്, ക്രിയേറ്റർ, മെറ്റീരിയൽ ഫോർ. ഇതാണ് ഒണ്ടോളജി എന്നാണ് പറയുന്നത്. ബാലന്റെ ഗുരുക്കന്മാർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എനിക്കത് തർക്കമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ ഓണ്ടോളജി കാലഹരണപ്പെട്ടു പോയിട്ട് 500 കൊല്ലായി എന്നുള്ളതാണ്. ഈ ഓണ്ടോളജിയൊക്കെ കാലഹരണപ്പെട്ട് 500 കൊല്ലായി. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് അവരോട് ഉണർത്തിക്കാനുള്ളത്. കുറച്ച് നേരത്തെ പിന്നെ സെബാസ്റ്റിന് പറഞ്ഞ ആളാണ് ഷോൺ കാരൽ. ഈ ഷോൺ കാരൽ എന്നൊരു അമേരിക്കക്കാരനുണ്ട് ഇവിടെ. അദ്ദേഹം പിന്നെ സെബാസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആളാണ്. തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആൻഡ് ഫിലോസഫറാണ്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് നാച്ചുറൽ ഫിലോസഫിയാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിന് ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഈ സ്ലൈഡ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. The shift in perspective from theism to atheism is arguably the single most important bit of progress in fundamental ontology over the last 500 years. ആ ഉദ്ധരിച്ച മുഴുവൻ ഭാഗത്തെയും തർജ്ജമ വായിക്കാം. അനേകം പ്രതിഭാശാലികളുടെ അനേക കാലത്തെ പരിശ്രമ ഫലമായി യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ത് എന്ന വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള പണ്ഡിതന്മാർ മഹാഭൂരിപക്ഷത്തോടെ ഇന്ന് എത്തിയിട്ടുള്ള തീരുമാനം ദൈവമില്ല എന്നുള്ളതാണ്. പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്കിന്ന് കൂടുതൽ മെച്ചപ്പെട്ട വിശദീകരണങ്ങളുണ്ട്. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ വീക്ഷണത്തിൽ നിന്ന് നിരീശ്വര വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനം എന്നതാണ് കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ അടിസ്ഥാന സത്താശാസ്ത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ പുരോഗതി. ഈ അടിസ്ഥാന സത്താശാസ്ത്രത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനമായ പുരോഗതി ആരറിഞ്ഞിട്ടില്ല? ബാലേന്ദ്രനെ പഠിപ്പിച്ച മാഷന്മാർ ആരും ഇതുവരെ കേട്ടിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഈ പിന്നെ ഫണ്ടമെന്റൽ ഓണ്ടോളജിയിൽ നടന്നിട്ടുണ്ടെന്ന് കേട്ടില്ല. അത് ജനങ്ങളെ വളരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഓണ്ടോളജിയുടെ കാര്യം. എപ്പിസ്റ്റമോളജി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ രണ്ട് വിഷയങ്ങളെ നമ്മൾ ഒരിക്കൽ കൂടി വഴിയെ പരാമർശിക്കാനുണ്ട്. അപ്പോൾ ഈ സോക്കോൾഡ് അപ്പോൾ ഞാൻ ആ നേരത്തെ ദീർഘമായി ഉദ്ധരിച്ചതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അഡ്രസ് ചെയ്ത് പോകാൻ കേട്ടോ. ഈ സോക്കോൾഡ് വൈദിക ജ്ഞാനത്തിന്റെ ഓണ്ടോളജിയും എപ്പിസ്റ്റമോളജിയും പിന്തുടരുന്ന ദൈവദശകം നാരായണ ഗുരു രചിച്ചപ്പോൾ ഈ വേദസൂക്തം ഗുരു എന്ന് എഴുതി എന്ന് കുമാരനാശാൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു എന്ന് ബാലൻ പറയുന്നു. അതേസമയം അദ്ദേഹം പറയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഗുരുവിന്റെ മറ്റൊരു വത്സര ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ദൈവദശകത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്ന കാര്യം ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നില്ല, അഥവാ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ബാലചന്ദ്രൻ്റെ ആയിട്ടൊന്നുമില്ല, ഒക്കെ ബാലചന്ദ്രന്റെ ഗുരുക്കന്മാരാണ്. ദൈവദശകത്തിന് ഒരു ബദൽ രേഖ തയ്യാറാക്കുകയാണ് അതേ കാലത്ത് അയ്യപ്പൻ ചെയ്യുന്നത്, സഹോദരൻ അയ്യപ്പൻ ചെയ്യുന്നത്. അതാണ് സയൻസ് ദശകം. ബാലചന്ദ്രന്റെ ഗുരുക്കന്മാർ കൊണ്ടാടുന്ന ഈ വൈദിക ഓണ്ടോളജിയെയും വൈദിക എപ്പിസ്റ്റമോളജിയെയും കംപ്ലീറ്റ് നിരാകരിച്ചുകൊണ്ടാണ് സയൻസ് ദശകം നിൽക്കുന്നത്. ഈ ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടിയത് കോട്ടിയാണ് ഞാൻ. ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടിയ അറിവിനെയാണ് 6ാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. ശബ്ദപ്രമാണം അല്ലെങ്കിൽ ആപ്തവാക്യം. മുഴുവൻ പ്രപഞ്ചത്തിനും കാരണമായ സത്ത എന്ത് എന്നറിഞ്ഞ ഒരാൾ ആ അറിവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ രേഖയാണ് വേദമെന്ന് പറയുന്നതെന്ന് ബാലൻ പറയുന്നുണ്ട്. ഇവിടെ ബദൽ രേഖ എന്താ അറിയോ? ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തോന്നുന്നു ഞാൻ സയൻസ് വിഷയത്തിൽ പറയുന്നത്. ദൈവദശകത്തിന് ബദലായിട്ട് എഴുതലാണ്, അതേ കാലത്ത് എഴുതിയിട്ടാണ്. അതാണ് ആ ഗുരു ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഇവർ പറയുന്ന പോലെ കൈക്കുമ്പിൾ കോരുന്ന പരിപാടിയൊന്നുമല്ല, ഇത് കൊടുക്കൽ വാങ്ങലുകളാണ്. അത് വേറൊരു സംഭവമാണ്. ഇവരുടെ ടേപ്പ് വെച്ചിട്ട് അളക്കാൻ പറ്റിയ ഒരാളല്ല നാരായണ ഗുരു അയ്യപ്പനും എന്നാണ് ഞാൻ വിചാരിക്കും. ആപ്തവാക്യത്തെ പ്രമാണമാക്കുന്ന വൈദിക എപ്പിസ്റ്റമോളജിക്ക് സഹോദരൻ അയ്യപ്പൻ കൊടുക്കുന്നത് പ്രഹരമാണ് ഈ പറഞ്ഞ കാര്യം. ഒരു ശ്ലോകം കൂടി ഞാൻ ഉദ്ധരിച്ചു പോയേക്കാം. അപൗരുഷേയവാദത്താൽ അജ്ഞവഞ്ചന ചെയ്തിടും മതങ്ങളെ തുരത്തുന്ന സയൻസിന് തോന്നുന്നു ഞാൻ. മതങ്ങളെ തുരത്തുന്ന സയൻസിന് തോന്നുന്നു ഞാൻ. ദൈവദശകത്തിന് ബദലായിട്ട് എഴുതിയിട്ടുള്ള. അതുപോലെ തന്നെയാണ് ഓണ്ടോളജിയുടെ കാര്യം.
ദൈവം തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എന്നൊക്കെയുള്ള ഈ ഭാവനാ വിലാസങ്ങൾക്ക് പകരം ഒരു നാച്ചുറലൈസ്ഡ് മെറ്റാഫിസിക്സ് ആണ് സയൻസ് ദേശം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് പറയാം. വെളിച്ചം, മിന്നൽ, ചൂടൊച്ച ഇവക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസും തോന്നുന്നു ഞാൻ. അതാണ് നാച്ചുറലൈസ്ഡ് മെറ്റാഫിസിക്സ് ആണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. നാരായണ ഗുരുവിന്റെ കാലത്ത് ആരംഭിച്ച കേരള നവോത്ഥാനം എന്ന സാംസ്കാരിക പ്രക്രിയയെ കുറിച്ചിട്ട് ബാലചന്ദ്രന്റെ ഗുരുക്കന്മാർ സൃഷ്ടിച്ചിരിക്കുന്ന ആഖ്യാനം ഒരു ഹിന്ദുത്വ ആഖ്യാനമാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്ത പ്രൊമറ്റ്യൂസിനെ പോലെ വൈദിക ജ്ഞാനം അദ്ദേഹം ഈ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിച്ചു എന്ന ആഖ്യാനം കേരള നവോത്ഥാനം എന്ന പ്രക്രിയയുടെയും അതിൽ നാരായണ ഗുരു വഹിച്ച പങ്കിനെയും കുറിച്ച് ഉള്ള വലിയൊരു ദുർവ്യാഖ്യാനമാണ്. അതൊരു ബ്രാഹ്മണിസ്റ്റ് ദുർവ്യാഖ്യാനമാണെന്ന് പറയാം. ഈ സോക്കോൾഡ് വൈദിക ജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് കേരള നവോത്ഥാനം നടന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈ സോക്കോൾഡ് ജ്ഞാനം ഉണ്ടായിട്ട് പോലും അത് നടന്നു. നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ് ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്. അതാണ് വൈദിക ജ്ഞാനം ഉണ്ടായിട്ടും നടന്നു. ഈ വൈദിക ജ്ഞാനം എന്ന നിഷ്പ്രയോജനമായ വിഴുപ്പ് ഭാണ്ഡത്തിന്റെ ഭാരം സ്വയം പരിഷ്കരണത്തിലൂടെ ലഘൂകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് നാരായണ ഗുരുവിന്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഈ സാമൂഹ്യ പുനഃസൃഷ്ടിയുടെ ആ വഴിയിലൂടെ ഗുരു നിർത്തിയെടുത്ത് നിന്ന് മുൻപോട്ട് നടക്കാൻ ശേഷിയുള്ള ഡോക്ടർ അയ്യപ്പനെയും ഡോക്ടർ പൽപ്പുനെയും പോലുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതും ഒരു കാരണമാണ്. ഇവരാരും തന്നെ ഗുരു കടലാണ്, ഞാൻ അതിനൊരു കൈക്കുമ്പോൾ മാത്രമേ കോരി എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന ആർഷഭാരത ശിഷ്യന്മാരായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവും ശിഷ്യന്മാരും ആയിരുന്നില്ല നാരായണ ഗുരുവും അദ്ദേഹത്തെ ശിഷ്യന്മാരും. അന്ന് ശിഷ്യന്മാർക്ക് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അതാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചൊരു ഭാഗം ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ സഹോദര സംഘത്തിന്റെയും യുക്തിവാദ പ്രസ്ഥാനത്തിന്റെയും ആഭിമുഖ്യത്തിൽ കൊച്ചിയിലെ ഇവിടെ തന്നെ കേട്ടോ തൃശ്ശൂർ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഗംഭീര സമ്മേളനം നടന്നു. കൊച്ചിയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. യോഗത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയ അയ്യപ്പൻ ക്ഷേത്രങ്ങൾ അനാവശ്യമാണെന്നും നശിപ്പിക്കേണ്ടതാണെന്നും മതവും ദൈവവും മനുഷ്യന് ആവശ്യമില്ലാത്തതാണെന്നും യുക്തിയുക്തം സ്ഥാപിച്ചു. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ പ്രസംഗം മുഴുവൻ ഗുരു കേട്ടു. അദ്ദേഹം അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. യോഗം കഴിഞ്ഞ് അയ്യപ്പന്റെ പ്രസംഗത്തെപ്പറ്റി ഒരാൾ സ്വാമിയോട് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞത് ശരിയാണ് എന്ന് ഗുരു അഭിപ്രായപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ ടൈപ്പ് കൊണ്ട് അളക്കാൻ പറ്റിയ ആൾക്കാരല്ലേ ഇവരൊന്നും. അതാണ് ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആശയപരമായ കൊള്ളക്കൊടുക്കളുടെ സ്വഭാവം. യഥാർത്ഥത്തിൽ കേരള നവോത്ഥാനം എന്നത് ഒരു മിസ്നോമറാണെന്ന് ഞാൻ പറയും. ഈ 15ഉം ഇവർ പറയുന്ന പോലെ, ഇപ്പം ബാലേന്ദ്രൻ പ്രസംഗം പറഞ്ഞ പോലെ 15ഉം 16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നടന്ന നവോത്ഥാനം, റിനസാൻസ് എന്ന ആ പ്രക്രിയക്ക് സമാനമായ ഒരു പ്രക്രിയ അല്ല 19ആം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തുടങ്ങി 20ആം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലേക്ക് നീണ്ട കേരളത്തിന്റെ സാമൂഹ്യ നവീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. അത് യുക്തിയുഗം, ഏജ് ഓഫ് റീസൺ എന്നറിയപ്പെട്ടിട്ടുള്ള 18ആം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന എൻലൈറ്റൻമെന്റിന് അതിന് സമാനമായ ഒരു പ്രക്രിയയാണ്. സയൻസിന്റെ ജ്ഞാനമാർഗമല്ലാത്ത അറിവ് വഴികളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാത്തരം അന്ധമായ വിശ്വാസങ്ങൾക്കുമെതിരെ നടത്തുന്ന ഒരു കലാപമാണ് എൻലൈറ്റൻമെന്റ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സയൻസിന് തൊഴിൽ എന്ന് പറയുന്നത്. എന്ത് ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മതങ്ങളെ തുരത്തുന്ന സയൻസിന് തൊഴുന്നു ഞാൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത്. അയ്യപ്പൻ പറഞ്ഞത് ശരിയാണ് നാരായണ ഗുരു പറയുന്നത്. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് സമാനമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ബാലചന്ദ്രന്റെ ഗുരുക്കന്മാര് കാണാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം ഞാനിവിടെ തൽക്കാലം സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. വളരെ ദീർഘമായി പറഞ്ഞ ഒരു വിഷയമാണ്. അവസാന ഭാഗത്തേക്ക് കേട്ടൊക്കെയാണ്. അഞ്ചാമത്തേത് കുറച്ച് ദീർഘമാണ്. ശങ്കരാചാര്യ വിഗ്രഹസ്ഥാപനവും ശങ്കരസ്തുതിയും, അതാണ് അഞ്ചാമത്തെ ഭാഗം. ഇന്നിപ്പോ ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ രാജ്യം മുഴുവനും ശങ്കരാചാര്യരുടെ വലിയ വലിയ പ്രതിമ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. 2021 കേദാർനാഥിൽ 12 അടി ഉയരമുള്ള ഒരു ആദിശങ്കര പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. 2023 108 അടി ഉയരമുള്ള ഒരു ആദിശങ്കര പ്രതിമ ഓംകാരേശ്വറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വളരെ സംഘപരിവാറിന്, ഹിന്ദുത്വ ശക്തികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബിംബമാണ് ആദിശങ്കരൻ. ഈ 108 അടി പ്രതിമയെയും കടത്തിവെട്ടുന്ന ഒരു ആദിശങ്കര പ്രതിമ മലയാളിയുടെ മനസ്സിൽ ഉയർത്താനാണ് ബാലചന്ദ്രന്റെ ഗുരുക്കന്മാർ ബാലചന്ദ്രന്റെ നാവിലൂടെ ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ നിരീക്ഷണം. കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയിട്ടുള്ള കേരള നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പ്രക്രിയ, ഞാൻ പറഞ്ഞത് മിസ്നോമറാണ്. അതിന്റെ യഥാർത്ഥ പിതാവ് ആദിശങ്കരൻ ആണെന്നാണ് ഈ ഗുരുക്കന്മാർ പറയുന്നത്. ബാലചന്ദ്രന്റെ പ്രശ്നത്തിലെ ഒരു ഭാഗം ഉദ്ധരിക്കാം.
നേരത്തെ ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു ഭാഗമാണ്. നമുക്ക് ജാതിയില്ല എന്ന് നാരായണ ഗുരു പറയുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടിലാണ് ശങ്കരാചാര്യർ ഇത് പറയുന്നത്. നിർവാണ ശതകത്തിൽ നാമേ ജാതിഭേദ എന്ന് ദശശ്ലോകിയിൽ ഇങ്ങനെയും പറയുന്നു: ന വർണ്ണ ന വർണ്ണാശ്രമാചാര ധർമ്മ. വർണ്ണവുമില്ല, വർണ്ണാശ്രമധർമ്മവുമില്ല. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജാതിക്കെതിരായ അതിശക്തമായ കാവ്യം 1911 അവർണനായ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയപ്പോൾ അത് ശങ്കരാചാര്യരുടെ മനീഷാപഞ്ചകത്തെ അടിസ്ഥാനപ്പെടുത്തിയായത്. ജാതിക്കുമ്മി. കുമാരനാശാന്റെ ദുരവസ്ഥ 1921 വരുന്നത്. 10 വർഷം മുമ്പാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിക്കുമ്മി വരുന്നത്. അതിനാധാരം ശങ്കരാചാര്യരുടെ മനീഷാപഞ്ചകം ആയത് അതുകൊണ്ടാണ്. നമേ ജാതിഭേദ എന്ന് പ്രഖ്യാപിച്ച ആളായതുകൊണ്ടാണ്. ന വർണ്ണം ന വർണ്ണാശ്രമാചാരധർമ്മ, എനിക്ക് വർണ്ണമോ വർണ്ണാശ്രമാചാരധർമ്മമോ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്. ഈ ഭാഗം നേരത്തെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് ശങ്കരന്റെ അദ്വൈതം തന്നെയാണ് നമ്മുടെ അദ്വൈതം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരേ ഒണ്ടോളജിയാണ്, ഒരേ മെറ്റാഫിസിക്സ് ആണ്. അത് വേദത്തിലേതാണ്, വൈദിക ഋഷികളുടേതാണ്. അത് ഏകം സത്ത് എന്ന കണ്ടെത്തലാണ്, ദർശനമാണ്, കണ്ടതാണ്, ഉൾക്കണ്ണുകൊണ്ട് കണ്ടതാണ്, ധ്യാനത്തിൽ കണ്ടതാണ്. ഇവിടെ ഈ ശങ്കര വിഗ്രഹ നിർമ്മിതി യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിക്കുമ്മിയെ കുറിച്ച് പറഞ്ഞുള്ള പരാമർശമാണ് കുറച്ച് വിശദമായിട്ട് പിന്തുടരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മനീഷാ പഞ്ചകത്തെ മുൻനിർത്തിയാണ് ജാതിക്കുമ്മി എഴുതിയത് എന്ന് ബാലചന്ദ്രന്റെ ഗുരുക്കന്മാർ പറയുന്നത് വാസ്തവത്തിൽ പുത്തൂരം ആരോമൽ ചേകവരുടെ വീരാവതാനമാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന പോലെ. ആരോമൽ ചേകവരുടെ കഥ ഒരു വടക്കൻ പാട്ടായിട്ട് പണ്ടേ പ്രചാരത്തിലുണ്ട്. അതിലെ കഥാപാത്രമായിട്ടുള്ള ആരോമൽ ചേകവരും ഉണ്ണി ആർച്ചയും ഒക്കെ വടക്കൻ വീരഗാഥ എന്ന കഥയിലും മുഖം കാണിക്കുന്നില്ല, ഇത് ഇറക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ ആ രചനയിൽ MT വാസുദേവൻ നായർ ചെയ്തത്, അതിന് അദ്ദേഹം നായകനാക്കിയത് ചന്തു എന്ന് പറയും. ചതിയൻ ചന്തു എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് നായകനാക്കുന്നത്. ആ ചതിയൻ ചന്തു എന്ന് വിളിപ്പേര് കിട്ടിയിട്ടുള്ള ആ കഥാപാത്രത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അയാളാണ് സംസാരിക്കുന്നത്. അയാളുടെ ആഖ്യാനം ആണ് അവിടെ കഥാകൃത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരോമൽ ചേകവരുടെ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആരോമൽ ചേകവരുടെ പുത്തരി അംഗത്തെ പറ്റിയുള്ള വടക്കൻ പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് MT വടക്കൻ വീരഗാഥ എഴുതിയത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പറയാതിരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അല്ലാന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ കഥാപാത്രത്തെ മനീഷാ പഞ്ചകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആരോമൽ ചേകവരുടെ പുത്തരി അംഗത്തെ കുറിച്ചുള്ള വടക്കൻ പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് MT വാസുദേവൻ വടക്കൻ വീരഗാഥ രചിച്ചത്. അങ്ങനെയാണ്, അതല്ലാന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് വേറൊരു ആഖ്യാനം തന്നെയാണ്. ആ സാധനം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ ഈ പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിക്കുമ്മിയിലെ കേന്ദ്ര കഥാപാത്രം പിന്നെ പറയനാണ്. ആ മനീഷാ പഞ്ചകത്തിന്റെ കഥ എനിക്കറിയാം, ഞാൻ പറഞ്ഞു വരുന്നു പറയുകയും ചെയ്യാം. അപ്പോൾ അതിൽ 141 ശ്ലോകങ്ങളാണ് ജാതിക്കുമ്മിയിലുള്ളത്. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ആ സന്ദർഭം വിവരിക്കുകയാണ്. ഇങ്ങനെ ശങ്കരൻ വരുമ്പോൾ പിന്നെ ഒരു പറയൻ, ശിവൻ പറയന്റെ വേഷെടുത്തു എന്നാണ് പറയുന്നത്, വന്നിട്ട് അഭിമുഖമായി സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു സന്ദർഭം വിവരിക്കുന്നു. പിന്നെ ഒരു 11 വരെയുള്ള 9 ശ്ലോകങ്ങൾ 5 എണ്ണം വഴി മാറണം എന്ന് ശങ്കരനും 4 എണ്ണം വഴി മാറില്ല എന്ന് പറയനും വാദിക്കുന്ന ശ്ലോകങ്ങൾ. ഇത് നമുക്ക് മനീഷാ പഞ്ചകത്തെ അങ്ങനെ വിശദമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. 12ാമത്തെ ശ്ലോകം ഇതാണ്: തമ്പുരാൻ അജ്ഞാത രൂപങ്ങളാം കൊമ്പുകളില്ലെങ്കിൽ പറയൻ എൻ പരമാർത്ഥം അഖിലമോദാം അനുകമ്പയാ കേൾക്കുക യോഗപ്പെണ്ണെ, നാട്ടിൻ കമ്പങ്ങൾ തീർക്കുക ജ്ഞാനപ്പെണ്ണെ. ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയൻ സംസാരിക്കുകയാണ്. പിന്നെ 51ാമത്തെ ശ്ലോകം വരേക്കും ഈ പറയൻ ശങ്കരൻ ഉപദേശിക്കും നമ്മൾ കാണുന്നത്. 52ാമത്തെ ശ്ലോകം ശങ്കരൻ മാപ്പ് പറയുന്നതാണ്. ഇപ്പറഞ്ഞുള്ള ആ മാപ്പ് പറയുന്ന മനീഷാ പഞ്ചകത്ത് കാണാനേ പറ്റില്ല. ഇപ്പറഞ്ഞുള്ള പെരും പറയൻ മുപ്പുര വൈരിയാണെന്നറിഞ്ഞു തൽപദം വന്ദിച്ചു ശങ്കരാചാര്യരും മാപ്പവീക്ഷിച്ചല്ലോ യോഗപ്പെണ്ണെ, ലോകം മുപ്പരോട് അന്നേരം ജ്ഞാനപ്പെണ്ണെ. പിന്നെ 141 ശ്ലോകത്തിൽ 53ാമത്തെ വരെ ഈ കഥയുള്ളൂ. 53 കഴിഞ്ഞാൽ പിന്നെ കവി കയറി സ്റ്റേജിൽ കയറിയുള്ള സംസാരമാണ്. കവി KP കറുപ്പനാണ് പിന്നെ സംസാരിക്കുന്നത്. ഇത് 1904 1904-ലോ 5-ലോ ആണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജാതിക്കുമ്മി എഴുതുന്നത്. ആദ്യമേ അച്ചടിച്ചാണ് 1911-ലോ 12 ആ കാലത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മുക്കോ സമുദായത്തിൽ ജനിച്ച ആളാണ്. ഇങ്ങനെ ഈ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും കൊടികുത്തി വാണുകൊണ്ടിരുന്ന 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ മുക്കോ സമുദായത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരന് ജാതി വിരുദ്ധമായൊരു കൃതി എഴുതാൻ
വാസ്തവത്തിൽ അയാളുടെ ജീവിത പാഠങ്ങൾ മാത്രം മതി. അവിടെ മനീഷാ പഞ്ചകത്തിന്റെ ആവശ്യമില്ല. ആ ജീവിത പാഠങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് വേണ്ടത് ഒത്തിരി ഭാഷാപരിചയം മാത്രമാണ്. ആ നിത്യജീവിത അനുഭവങ്ങളിലൂടെയാണ് ജാതി സമ്പ്രദായത്തിന്റെ നിഷ്ഠുരതകളെ കുറിച്ച് ദീർഘമായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ പറയുന്നത്. ഞാനിത് കുറച്ച് ദീർഘമായിട്ട് തന്നെ ഒരു 4-5 ശ്ലോകം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ഇതാണ് മനീഷാ പഞ്ചകത്തിനെ അടിസ്ഥാനപ്പെടുത്തി രചിച്ചെന്നൊക്കെ പറയുന്നത്. അത് അറിയാൻ വേണ്ടി ഞാൻ എടുത്തു കാണിക്കുന്നത്. പട്ടണത്തിങ്കൽ വളരെ ഭേദം നാട്ടും പുറത്ത് നടക്കാൻ മേല, ആട്ടുന്നു തല്ലുന്നു പുത്തൻ വാങ്ങിക്കുന്നു, നട്ടം തിരിക്കുന്നു യോഗപ്പെണ്ണെ, അത് കേട്ടാൽ കരഞ്ഞു പോകും ജ്ഞാനപ്പെണ്ണെ. അദ്ദേഹത്തിന്റെ അനുഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. കടക്കാൻ വിരോധിച്ച വഴി എന്നുള്ളിൽ കടക്കാതെ സാധുക്കളകപ്പെടുമ്പോൾ ഇഴുത്തി വരും പോലെ ചില കൂട്ടർ ഓടി വന്ന് ഇടിക്കുന്നു പിടിക്കുന്നു യോഗപ്പെണ്ണെ, കൊടുക്കുന്നു നടക്കുന്നു ജ്ഞാനപ്പെണ്ണെ. ഇതാണ്. ഇതൊക്കെ ആ അസ്പൃശ്യ ജനവിഭാഗത്തിന്റെ നിത്യജീവിത അനുഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പൊൻപണം കയ്യിരിക്കുന്നതും ചെമ്പുകാശെന്ന് പറഞ്ഞില്ലെങ്കിൽ, ഇത് ഒറ്റപ്പാലത്ത് നടന്ന കാര്യമാണ്. ഉപ്പ് എന്ന് പറഞ്ഞു പോയതിനാണ് ഒരാളെ മർദ്ദിച്ചു കൊന്നത്. 1930 അംബേദ്കർ രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണിത്. ഉപ്പ് എന്ന് പറയാൻ പാടില്ല, പുളിച്ചതെന്നേ പറയാൻ പാടുള്ളൂ. ഭാഷ ഉപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊന്നു കളഞ്ഞതാണ്. അപ്പൊ അതുപോലെയാണ് പൊൻപണം കയ്യിരിക്കുന്നതും ചെമ്പുകാശെന്ന് പറഞ്ഞില്ലെങ്കിൽ വമ്പേറിറ്റും ചില നായന്മാരെ കൂടി അമ്പോ വിറപ്പിക്കും യോഗപ്പെണ്ണെ. ശൂദ്രന്മാരെ പോലും വിറപ്പിക്കണം. നമ്മെ പമ്പരം പാടിക്കും ജ്ഞാനപ്പെണ്ണെ. നമ്മളെ പമ്പരം പാടിക്കും, അവരെ വിറപ്പിക്കുള്ളൂ. നല്ലരി വെച്ചു നാം ഉണ്ടാലും, നല്ല അരി വെച്ചാണ് ഭക്ഷണം കഴിച്ചാലും ചൊല്ലരുതായത് ഒരുത്തരോടും. കല്ലരി എന്ന് പറഞ്ഞാൽ വഴക്കില്ല, കല്ലരി കഴിച്ചു എന്നേ പറയാൻ പാടുള്ളൂ. നല്ല രീതി ഇത് യോഗപ്പെണ്ണെ, മേലിൽ ചൊല്ലരുത് ജീവിതം ജ്ഞാനപ്പെണ്ണെ. പിന്നെ കാഷ്ടം ഭുജിച്ച് നടന്നിരുന്ന പട്ടിക്ക് ചാരിയെ നടന്നു കൊള്ളാം. പട്ടിക്ക് നടക്കാം, കാഷ്ടം ഭുജിക്കുന്ന പട്ടിക്ക് പോയി നടക്കാം. കഷ്ടം മനുഷ്യർക്ക് പാടില്ല എന്നുള്ള ചട്ടം നിർത്തണ്ടേ യോഗപ്പെണ്ണെ, നിങ്ങൾ ശിഷ്ടന്മാരല്ലയോ യോഗപ്പെണ്ണെ ജ്ഞാനപ്പെണ്ണെ. അടുത്തടുത്ത കുറെ ശ്ലോകങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് അതിൽ കാണുന്നത്. ഇതാണ് മനീഷാ പഞ്ചകത്തെ മുൻനിർത്തി വെറുതെ പറയുകയാണ്. അപ്പൊ ഈ നിത്യജീവിത അനുഭവങ്ങളിലൂടെയാണ് ജാതി വ്യവസ്ഥയുടെ മനുഷ്യത്വമില്ലായ്മ പണ്ഡിറ്റ് കറുപ്പൻ മറിച്ചിട്ടെന്ന് ഞാൻ പറയുന്നത്. എത്രത്തോളം അതിൽ മനീഷാ പഞ്ചകം വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെയാണ്. ആരോമൽച്ചേവരുടെ കഥയാണ്, പിന്നെ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ആയിട്ട് അതല്ല കാര്യം, ഇത് വേറെ തന്നെ ഒരു ആഖ്യാനമാണ്. ഈ ബാലേന്ദ്രന്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുരുക്കന്മാരുടെ നോട്ടത്തിൽ ആദിശങ്കരന്റെ മനീഷാ പഞ്ചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറുപ്പൻ ഈ ജാതിക്കുമ്മ എഴുതുന്നത്. അപ്പൊ ഇത് ബാലേന്ദ്രന്റെ വ്യക്തിപരമായ പക്ഷപാതിത്വം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഗുരുക്കന്മാർ കാണുന്നത് പറഞ്ഞാൽ മതി. ഇത് ഈ കാലാകാലമായിട്ട് അവർണരുടെ സൃഷ്ടിപരമോ വൈജ്ഞാനികമോ ആയിട്ടുള്ള സംഭാവനകളെ തമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ദ്വിജബുദ്ധിജീവികളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇൻ ആക്ഷനാണ്. അതാണ് നടത്തുന്നത്. കഴിവതും അവർണരുടെ സംഭാവനകളെ അക്നോളജ് ചെയ്യാതിരിക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഏതെങ്കിലും ആരാധ്യമായ ദ്വിജബിംബത്തിന്റെ പേരുമായിട്ട് അതിനെ ഏതെങ്കിലും വിധത്തിൽ കൂട്ടിക്കെട്ടുക. അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. KP കറുപ്പൻ ഒരു കാവ്യം രചിച്ചുവെങ്കിൽ അത് ശങ്കരാചാര്യ എഴുതിനെ ഉപജീവിച്ചെഴുതായിട്ട് മാത്രമേ അവർക്ക് കാണാനും പഠിപ്പിക്കാനും കഴിയൂ. പക്ഷെ ഇത് ഗുരുക്കന്മാർ എന്ത് പഠിപ്പിച്ചാലും അത് തിരിച്ചറിയാനും വിമർശിക്കാനുമുള്ള രാഷ്ട്രീയ സൂക്ഷ്മത ബാലേന്ദ്രനെ കാണിക്കേണ്ടതിനും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വിമർശനം എനിക്കുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് ആദിശങ്കരനെ കുറിച്ചിട്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ കാലാകാലമായിട്ട് പ്രചരിച്ചു പോന്നിട്ടുള്ള കുറേ ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ തൊട്ടുകൂടാത്ത ജാതിയിൽ പിറന്ന ഒരാൾ ശങ്കരാചാര്യർ വരുന്ന വഴിയിൽ അദ്ദേഹത്തിനെതിരെ വന്നു, ശങ്കരൻ വഴിമാറാൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മമാണെന്ന് പഠിപ്പിക്കുന്ന ശങ്കരൻ തീണ്ടൽ ആചരിക്കുന്നതിലെ കാപട്യം എതിരെ വന്ന്, അത് ശരീരമാണോ മാറേണ്ടത് ആത്മാവാണോ മാറേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സംവാദാനന്തരം എൻ്റെ എതിരെ വന്ന് പരമശിവനാണ് തിരിച്ചറിഞ്ഞു, മാപ്പ് പറഞ്ഞു എന്നാണ് കഥ. ഈ സംസ്കൃത ഭാഷയൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ, അക്ഷരാഭ്യാസം പോയില്ലാത്ത ആൾക്കാരുടെ, അധകൃതരുടെ അവരുടെ ഇടയിലും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥ തന്നെയാണിത്. കണ്ണൂർ ജില്ലയില് അയിത്തജാതിക്കാർ കെട്ടിയാടുന്ന പൊട്ടൻ തെയ്യം എന്നൊരു തെയ്യമുണ്ട്. അവിടെ തെയ്യം കെട്ടുന്നവരൊക്കെ അയിത്തജാതിക്കാരാണ്. പൊട്ടൻ തെയ്യം എന്ന് പറയും. അതിന്റെ തോറ്റത്തില് ഒരു പുലയനാണ് ശങ്കരാചാര്യരുടെ വഴിയിൽ എതിരെ വരുന്നത്. ആ കഥയിൽ തന്നെയാണ്. ശങ്കരനോട് അദ്ദേഹം വളരെ പൊള്ളിക്കുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് വാസ്തവത്തിൽ ആ സമൂഹം നൂറ്റാണ്ടുകളായിട്ട് നയിക്കാൻ നിർബന്ധിതമായ ബഹിഷ്കൃത ജീവിതത്തിന്റെ ചൂടാണ് ആ സാഹിത്യത്തിൽ കാണുന്നത്. നമ്മൾ പറയുന്നത്, നാങ്കളെ കുപ്പയിൽ നട്ടൊരു വാഴപ്പഴമല്ലേ നിങ്ങളെ ദേവന് പൂജ. ശങ്കരാചാര്യരുടെ എടുത്തതല്ല, ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തെയ്യത്തിന്റെ തോറ്റമാണ്. നാങ്കളെ കുപ്പയിൽ നട്ടൊരു തൃത്താപ്പൂവല്ലോ നിങ്ങളുടെ ദേവന് മാല. ആ തുളസിയല്ലേ നിങ്ങളുടെ ദേവന് മാല കെട്ടുന്നത്. അതുപോലെ തന്നെ നീങ്കളെ കൊത്തിയാലും ചോരല്ല ചൊവ്വറ്, നാങ്കളെ കൊത്തിയാലും ചോരല്ല ചൊവ്വറ്, പിന്നെന്താ ചൊവ്വറ് കൊലമ്പശകെന്ന് തീണ്ടിക്കൊണ്ടല്ലേ കൊലമ്പശകെന്ന്. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്.
ഇതൊക്കെയാണ് പൊട്ടനേയത്തിന്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ അധികൃതരായ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ആവിഷ്കാരം എന്ന നിലയിൽ നിലനിന്നിട്ടുള്ള ഒരു കഥയാണ് ഈ ശങ്കരാചാര്യരുമായിട്ടുള്ള സംവാദ കഥ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ഈ കഥയാണ് ജാതിക്കുമ്മിയിലെ ആദ്യത്തെ 52 ശ്ലോകങ്ങൾ വന്നിട്ടുള്ളത്. ഈ വൈദിക ഋഷികളുടെ ഏകം സത് എന്ന കണ്ടെത്തലാണ് 19 വയസ്സനായ കറുപ്പന്റെ ജാതിക്കുമ്മിൽ വരുന്നത് എന്ന ബാലന്റെ അഭിപ്രായം. വാസ്തവത്തിൽ വീട്ടി പട്ടതിരിപ്പാട് കൊണ്ട് പറഞ്ഞിട്ടില്ലേ, ഏതോ മനക്കൽ കാര്യസ്ഥന്റെ വായ്നാറ്റമുള്ള അഭിപ്രായം അതാണത്. അപ്പൊ ഈ നിങ്ങളെ കുത്തിയാലും ചോരല്ലേ ചൊവ്വറ്, നാങ്കളെ കുത്തിയാലും ചോരല്ലേ ചൊവ്വറ്, പിന്നെന്റെ ചുവര് കൊലം പേശുന്നു എന്ന് ഈ പൊട്ടന്തീയത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് അധികൃത ജീവിത ജ്ഞാനമാണ്. നിങ്ങളുടെ ശരീരം മുറിച്ചാലും ചോര വരുന്നു, ഞങ്ങളുടെ ശരീരം മുറിച്ചാലും ചോര വരും. പിന്നെന്തേ നിങ്ങൾക്ക് വേറെ ജാതി, ഞങ്ങൾക്ക് എന്താ വേറെ ജാതി? ഇത് ഏകം സത് എന്ന് പറഞ്ഞ ഈ മാതകദ്രവ്യം സേവിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല, അവരുടെ ജീവിതാനുഭവത്തിൽ വരുന്ന കാര്യമാണ്. ധ്യാനത്തിന് കിട്ടുന്ന സ്ഥാനമല്ല. പരിധിയില്ലാത്ത പ്രപഞ്ചം അറിയാൻ വേണ്ടി പരിധിയില്ലാത്ത ഉപകരണം കണ്ടെത്തിയിട്ട് ഋഷിമാർ കണ്ടെത്തിയ കാര്യമൊന്നുമല്ല. ഇത് അവരുടെ നിത്യജീവിതം കാണുന്നത്, കൈ വെട്ടുമ്പോൾ ചോര വരുന്നുള്ള കാര്യം. ഇതാണ് കീഴാള വിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജി. ഇദ്ദേഹം വളരെ വിശദമായിട്ട് ഈ വേദവിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവത്തിന് മുമ്പ് അറിവുണ്ട്, ബോധം മാത്രമേ ഉള്ളൂ, ഈ വെളിപ്പെട്ട് കാണുന്നതെല്ലാം ഒരേ ബോധത്തിന്റെ രൂപങ്ങളാണ് എന്നൊക്കെയുള്ള ഈ വേദിക് എപ്പിസ്റ്റമോളജി അല്ല കീഴാള വിജ്ഞാനത്തിന്റെ ഈ ദൈനംദിന വിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജി. വൈദിക വിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജി എല്ലാവിധ ഭൗതികവാദ ചിന്തകളും കടവിരുദ്ധമാണ്. ഇതൊക്കെ ബാലേന്ദ്രനെ പറഞ്ഞ വാക്കുകൾ കേട്ടോ. ഇതൊക്കെ ഈ വൈദിക തത്വശാസ്ത്രത്തിൻ്റെതല്ല, ഈ കീഴാള വിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ബാലേന്ദ്രൻ പറയുന്ന വേറെ 2 പ്രമാണങ്ങളുണ്ട്, പ്രത്യക്ഷം, അനുമാനം. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട്, ശാസ്ത്രവും ഭൗതികവാദവും ഈ 2 പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഈ 2 പ്രമാണങ്ങളെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അതാണ് കീഴാള വിജ്ഞാനത്തിന്റെ എപ്പിസ്റ്റമോളജി. അതാണ് നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് നിരീക്ഷണവും അത്യാവശ്യമായിട്ടുള്ളത് അതുതന്നെയാണ് സയൻസിന്റെ മെത്തേഡ്. ഇതാണ് എവരിഡേ നോളജിന്റെയും, അതായത് ദൈനംദിന അറിവിന്റെയും അതിൻ്റെ തന്നെ വിപുലീകരണമായ സയൻസിന്റെയും. ഇത് ഞാൻ സയന്റിസം എന്നൊരു വിഷയത്തെക്കുറിച്ച് നടന്ന ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഇത് വിശദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സയൻസ് എന്നത് എവരിഡേ നോളജിന്റെ തന്നെ ഒരു വികാസമായി മാറുന്നത്. ഇത് രണ്ടിലും ഒരേ എപ്പിസ്റ്റമോളജിയാണ്. എവരിഡേ നോളജ്, എന്റെ കൈ മുറിഞ്ഞാലും ചോര, നിന്റെ കൈ മുറിഞ്ഞാലും ചോര എന്ന് പറയുന്ന എവരിഡേ നോളജ് വാസ്തവത്തിൽ സയൻസിന്റെ അതേ എപ്പിസ്റ്റമോളജിയാണ് പിന്തുടരുന്നത്. ഞാൻ പറഞ്ഞു വിശദമായിട്ട് വേറെ എനിക്ക് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. വേദകാല ഋഷികളെ തുടങ്ങിയിട്ട് ആദിശങ്കരനിലൂടെ പണ്ഡിറ്റ് കറുപ്പനിലേക്കും നാരായണഗുരുവിലേക്കും ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്ന ഈ ബാലേന്ദ്രന്റെ ഗുരുക്കന്മാര് വളരെ സൗകര്യപൂർവ്വം കണ്ണടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് നാരായണഗുരു പിന്നെ പറഞ്ഞിട്ടുള്ള നാരായണഗുരുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് സ്വാമികളും ഒരു ശിഷ്യനുമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്വാമികൾ പറയാണ്, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നാം ഒക്കെ പ്രാർത്ഥിക്കണം, നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്, തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്വാമികൾ പറയുന്നു, ശ്രീരാമന്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായോ? ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് മറ്റൊരു തരം ജീവിതം സാധ്യമാണ് എന്ന് കുറെ പേർക്ക് ഇവിടെ മനസ്സിലായത്. ഈ ബ്രാഹ്മണ മതം അന്നേ വരെ പൂർണ്ണ മനുഷ്യത്വം അനുവദിച്ചിട്ടില്ലാത്ത ബഹിഷ്കൃതരായിട്ടുള്ള കീഴ്ജാതി മനുഷ്യർക്ക് മറ്റൊരു തരം ജീവിതം സാധ്യമാണ്, സന്യാസം സാധ്യമാണ്, വേറെ പലതരത്തിലുള്ള സാധ്യമാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ ഞാൻ അതൊന്നും അധികം വിസ്തരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കോട്ട് ചെയ്തിട്ടില്ല. പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകാലോ. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ വന്നതിനെ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെ എന്നെ ആരും ആട്ടുന്നില്ല. ഞാൻ കർണാടകയിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെ എന്നെ ആരും ആട്ടുന്നില്ല എന്ന് KP കറുപ്പൻ ജാതിക്കുമ്മി പറയുന്നുണ്ട്. ആ ശ്ലോകങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം എടുത്തു വെച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണം കൊണ്ടാണ് സാധിക്കുന്നത്. ആ കാര്യമൊന്നും പിന്നെ നമ്മുടെ ബാലേന്ദ്രന്റെ ഗുരുവിനെ കാണാൻ ഇഷ്ടമല്ല. ജാതിക്കുമ്മിയിൽ പറയുന്നൊരു കാര്യമാണ്, ലണ്ടൻ പരിഷ്കൃത രാജ്യമല്ലേ, ഉണ്ടോ അവിടെ ഈ തീണ്ടാട്ടം, കണ്ടവർ ഹിന്ദു വകുപ്പിൽ അനേകം പേരുണ്ടല്ലോ, സാക്ഷിക്ക് യോഗപ്പെണ്ണെ, തീണ്ടൽ കണ്ടകമാണല്ലോ ജ്ഞാനപ്പെണ്ണെ. ഇത് പലരും ഇപ്പോ ഈ ലണ്ടനിലെ കാര്യം ഈ പിന്നെ അയ്യപ്പൻ ഒരിക്കലും പറയുന്നുണ്ട്, നാരായണ ഗുരുവിന്
ഇവിടുത്തെ രാജാവിൻ്റെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ വൈസ്രോയി മുമ്പ് ഒരു ചെരുപ്പ് കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പുതിയ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകൾ സാധ്യമാണ് എന്ന് മനസ്സിലായത് ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് എന്നുള്ള കാര്യം ഇത് ഇവർ പറയാനേ ഇഷ്ടപ്പെടുന്നില്ല. പലരും പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ എന്ന ഗുരുവിന്റെ വാക്കുകൾ വായിക്കുമ്പോൾ കേരളത്തിൽ നടപ്പുണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കേരളത്തിൽ നടപ്പുണ്ടായിരുന്ന സ്മൃതി ശങ്കര സ്മൃതിയാണെന്ന് കൂടി ഓർക്കേണ്ടത്. ശങ്കരൻ ആണ് സ്മൃതി കേരളത്തിൽ നടന്ന ഈ പറഞ്ഞ ഈ പിന്നെ മലയാള രാജ്യത്തിലല്ലാതെ ഉലകിങ്കലെങ്ങും ഈ തീണ്ടലില്ല എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പറയുന്നത്. എന്താ കാരണം? ഇവിടെ ശങ്കര സ്മൃതിയാണ് നടപ്പിലാക്കിയത്. മലയാളത്തിൽ മാത്രമുള്ള സാധനമാണ്. അപ്പോ ഇവിടെ നടപ്പിലായിരുന്ന ശങ്കര സ്മൃതിയാണ്. അപ്പൊ നമ്പൂതിരിമാര് ഈ സ്മൃതി, ഈ പുസ്തകം ഈ ശങ്കരന്റെ പേരിൽ കൃതി അടിച്ചേൽപ്പിച്ചതാണ്, ആദിശങ്കരൻ എഴുതിയതല്ല എന്നൊക്കെ ഇപ്പം ചില ആൾക്കാർ പറഞ്ഞേക്കാം. ബാലേന്ദ്രന്റെ പ്രശ്നത്തിൽ ഏതാണ്ട് ആ രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ സർവം സത് എന്ന് പറഞ്ഞ തത്വശാസ്ത്ര നിലപാടുള്ള ശങ്കരൻ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയൊക്കെ പാഠപുസ്തകമായിട്ടുള്ള ശങ്കരസ്മൃതി എഴുതാൻ സാധ്യതയില്ല എന്നാണ് ശങ്കര ആരാധകരുടെ ഒരു പൊതു നിലപാട്. എനിക്കക്കാര്യത്തിൽ അത്ര തീർച്ചയില്ല. അങ്ങനെയൊക്കെ എഴുതാൻ സാധ്യതയില്ലാത്ത ആളൊന്നുമല്ല ശങ്കരൻ തന്നെയാണ് എൻ്റെ ബോധ്യം. ആ കാര്യം നമുക്ക് വഴിയെ പറയാം. ഭാഷാപരമോ ചരിത്രപരമോ ആയ തെളിവുകൾ വെച്ചിട്ട് ഇത് ശങ്കരസ്മൃതി എന്ന കൃതി ശങ്കരാചാര്യരുടെ വിരചിതമല്ല എന്ന് പറയാൻ പറ്റും. അത് പറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ വായന വെച്ച് തോന്നിയിട്ടുള്ളത്. ഒരു കാരണം പറയാം. 1905 ആദ്യമായിട്ട് ഈ ശങ്കരസ്മൃതി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ അവതാരിക എഴുതിയത് സാക്ഷാൽ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ശങ്കരസ്മൃതിയുടെ കർത്താവ് ഒരു ശങ്കരനാണ് എന്നുള്ളതിന് ആർക്കും വാദമുണ്ടാവാനിടയില്ല. എന്നാൽ ആ ശങ്കരൻ കാലടിക്കാപ്പിള്ളി ശങ്കരൻ നമ്പൂരിയായ സാക്ഷാൽ ശ്രീശങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ് എന്നാകുന്നു പരക്കെ മലയാളിയുടെ ഇടയിൽ പ്രസിദ്ധിയുള്ളത്. മലയാള ബ്രാഹ്മണരായ നമ്പൂരിമാർ പല പ്രകാരത്തിലും നാട്ടിൽ ഇരിക്കപ്പുറതി കൊടുക്കായികയാൽ നാട് വിട്ട് പരദേശങ്ങളിൽ പല ദിക്കിലും സഞ്ചരിക്കുന്ന ശങ്കരാചാര്യർ മലയാളികൾക്ക് പ്രത്യേകം ഉപയോഗമുള്ള ഈ ഗ്രന്ഥം നിർമ്മിച്ചു എന്ന് പറയുന്നത് ഒരുമാതിരി അസംബന്ധമാണ് എന്ന് ചിലർ വാദിക്കുമായിരിക്കാം. അത് മാത്രമാണ് ഇതിനൊരു കാരണമായിട്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരിവിടെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള ഇവർക്ക് വേണ്ടി ഒരു ഗ്രന്ഥം, ഒരു സ്മൃതി ഗ്രന്ഥം, അതിൽ ഈ ഗ്രന്ഥം ഒരു വിശിഷ്ട ഗ്രന്ഥമാണെന്നുള്ള അദ്ദേഹത്തിന് തർക്കമില്ല. 1905 പോലും ഇത് നല്ലൊരു ഗ്രന്ഥമൊക്കെ തന്നെയാണ്. ഇത് മലയാളത്തിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. ഇതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണ്. ശങ്കരൻ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ ഈ നമ്പൂരിമാരായിട്ട് ഉടക്കിയ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ശങ്ക ഉന്നയിക്കപ്പെടുന്നത്. എന്ന് ചിലർ ബാധിക്കുമായിരിക്കാം. പക്ഷേ പരമകാരുണികനായ ആചാര്യസ്വാമികൾ താൽക്കാലികങ്ങളായ അന്തഛിദ്രങ്ങളെ മാത്രം വിചാരിച്ച് കേവലം സ്വദേശ സ്നേഹം വെടിഞ്ഞ് ആ നാട്ടുകാർക്കുണ്ടാക്കാവുന്ന ശാശ്വതമായ ഗുണത്തിനാണല്ലോ വിമുഖനായി പോയി എന്ന് വിചാരിപ്പാനും ധൈര്യം വരുന്നില്ല. എന്ന് മാത്രമല്ല, ആ മഹായോഗീശ്വരൻ സർവജ്ഞപീഠം കയറിയിട്ടുണ്ടെന്നും, സർവജ്ഞപീഠം കയറുമ്പോൾ എല്ലാത്തിലും ഗ്രന്ഥം രചിക്കണം. അപ്പോൾ സ്മൃതി ഗ്രന്ഥം വേറെ രചിച്ചിട്ടില്ല. സ്മൃതികാരനാവണല്ലേ. ഇത് ഈ ഒരു സ്മൃതി ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അക്കാലത്ത് സർവജ്ഞപീഠം കയറിയിട്ടുണ്ടെന്നും അതിനു മുമ്പായിട്ട് സകല ശാസ്ത്രങ്ങളും ഗ്രന്ഥമുണ്ടാക്കിയിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. ആ കാലത്ത് ഈ ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥം ഉണ്ടാക്കിയെന്ന് വരാൻ തന്നെയാണ് അധികം യുക്തി കാണുന്നത്. അതുകൊണ്ട് അല്ലെന്ന് തീർച്ചപ്പെടുന്നത് വരെ ഇതിന്റെ നിർമ്മാണ കർത്തൃത്വം ശാരീരിക ഭാഷ്യകാരനായ ആ പരമഹംസ ശ്രേഷ്ഠനെ തന്നെ സങ്കല്പിച്ചുകൊള്ളുകയാണ് യുക്തമായ മാർഗം എന്നാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയുന്നത്. അതിനപ്പുറത്തൊരു അതോറിറ്റി ഇതിലില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുവരെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശങ്കരസ്മൃതി ആദിശങ്കരൻ തന്നെ രചിച്ചതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ശങ്കരസ്മൃതിയിൽ പറയുന്ന വിധത്തിൽ അത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഒരു ഗംഭീര സാധനമാണ്. ഈ ജാതിഭേദമൊക്കെ അതിങ്ങനെ വായിച്ചാൽ ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ ഒന്നും പറ്റി പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇടയില്ലാത്ത ഒരാളാണോ ഇന്ന് ഈ ഹിന്ദുത്വ ശക്തികൾ? അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വ ശക്തികൾ കൊണ്ടാടുന്നത്. ഇത് ശങ്കരസ്മൃതി എഴുതിയ ആൾ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് ഈ ശങ്കരസ്മൃതിയെ അദ്ദേഹം എഴുതിയ അല്ലാന്ന് വെച്ചാലും അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾക്ക് അനേകമായിട്ടുള്ള ഈ പിന്നെ ജാതിഭേദത്തിനെ ന്യായീകരിക്കുന്ന ഒരുപാട് സംഗതികൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൊടുങ്ങൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ യാതൊരു ശങ്കയും അക്കാര്യത്തില്ല. കേരളാചാര മൂലധനം എന്നാണ് അദ്ദേഹം ഈ ശങ്കരസ്മൃതിയെ അദ്ദേഹത്തിന്റെ അവതാരികയിൽ വിശേഷിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന് പുറത്തും ജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും വക്താവായി തന്നെയാണ് ശങ്കരാചാര്യരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ സുഹൃത്ത് സംസ്കൃത പണ്ഡിതനായിട്ട് ഞാൻ പറഞ്ഞു ശ്യാംകുമാർ, അദ്ദേഹം ഈ വീഡിയോയിൽ ഈ വിഷയത്തിൽ 4 വീഡിയോ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതി. ശൂദ്രന് ഈ 4 വീഡിയോ ഇതാണ്.
ശൂദ്രന് വേദാധികാരമില്ലെന്ന് ശങ്കരൻ, ശങ്കരാചാര്യരുടെ ജാതി വ്യവസ്ഥ ഉറപ്പിച്ചു, ശങ്കരാചാര്യരുടെ ബ്രഹ്മസങ്കല്പം വിമർശിക്കപ്പെടുന്നു, സ്ത്രീകളും ശൂദ്രരും ശങ്കരന് പാപയോനികൾ. ഇതാണ് 4 വീഡിയോ. ഈ ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ള ആധുനിക മനോവൃത്തിയും സാമൂഹ്യ പുരോഗമനേച്ഛയുമുള്ള ഗുരുക്കന്മാരെ ബാലേന്ദ്രന് കിട്ടിയില്ല എന്നതിൽ ദുഃഖിക്കാനേ നമുക്ക് തരമുള്ളൂ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ശ്യാംകുമാർ പറഞ്ഞ പോലെ ശങ്കരന്റെ അദ്വൈതം മേൽജാതി ബ്രാഹ്മണരുടെ ചിന്താവ്യായാമം മാത്രമാണ് ശ്യാംകുമാർ പറഞ്ഞാണ് എന്ന കാര്യം നമ്മുടെ പ്രിയ കവിക്ക് എളുപ്പത്തിൽ ബോധ്യമായനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശങ്കരാചാര്യ വിഗ്രഹ നിർമ്മാണവും ശങ്കര സ്മൃതിയും എന്ന ഹിന്ദുത്വ പരിപാടിയെക്കുറിച്ചും ആ പരിപാടിയെ നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന ബാലചന്ദ്രന്റെ ഗുരുക്കന്മാരുടെ നടപടിയെയും കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഇന്നത്തേക്ക് നിർത്താമെന്ന് കരുതുന്നു. പ്രരോദനം എന്ന കൃതി ഉയർത്തുന്ന തത്വശാസ്ത്ര പ്രശ്നങ്ങളെ ജ്ഞാനോദയ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ സമീപിക്കാം എന്നുള്ള വിഷയം നേരത്തെ പറഞ്ഞ പോലെ സമയവും സൗകര്യവും ഒത്തു വന്നാൽ മറ്റൊരവസരത്തിലാവാം. എന്നെ ക്ഷമയോടെ കേട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.